യഥാർത്ഥത്തിൽ ഉടമത്വമുള്ള, നീങ്ങിപ്പോകുന്ന, മാഞ്ഞു പോകുന്ന നിഴലുകളെപ്പോലെയുള്ള അധികാരമോ, മാറിക്കൊണ്ടിരിക്കുന്ന പ്രകാശത്തിന്റെ ദിശക്കനുസരിച്ച് തെറ്റിക്കൊണ്ടിരിക്കുന്ന ശക്തിയോ അല്ല സുഠവായ അല്ലാഹുവിന്റെ അധികാരം എന്ന് പറയുന്നത്. ഫാത്തിറുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിച്ച് എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, എല്ലാറ്റിന്റെയും യഥാർത്ഥത്തിലുള്ള അധിപനും ഉടമസ്ഥനുമാണ് സുഠവായ അല്ലാഹ്. ആ ഉടമത്വമുള്ള മേലായ റബ്ബിന്റെ അടിമകളാണ് മനുഷ്യരാകുന്ന നമ്മൾ. പക്ഷേ മനുഷ്യൻ അവന്റെ ജീവിതത്തിലെ പല മേഖലകളെയും കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, ജീവിതത്തിലെ സകലമാന മേഖലകളിലും താൽക്കാലികമായി റബ്ബ് നൽകിയിരിക്കുന്ന സന്തോഷത്തെ, സമാധാനത്തെ, അവന്റെ കഴിവുകളെ, അവന്റെ പുരോഗമനങ്ങളെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ അവനറിയാതെ അവന്റെ അടിമത്വം മറന്നുപോകുന്നു എന്നതാണ് സത്യം. ഉടമസ്ഥനായ റബ്ബിന്റെ അടിമയാണ് ഞാൻ എന്നതിൽ നിന്ന് അവൻ അറിയാതെ പിറകോട്ടടിക്കുന്നു എന്നതാണ് സത്യം. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, സുഇലൽ ഇമാമുൽ ഗസാലി റഹിമഹുല്ലാഹ് അനിൽ ഉബൂദിയ്യത്തി, എന്താണ് യഥാർത്ഥത്തിലുള്ള അടിമത്വം എന്നതിനെ കുറിച്ച് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അവിടുന്ന് കൊടുത്ത മറുപടി ഹിയ സലാസത്തു അശിയാ, അടിമത്വം എന്ന് പറയുന്നത് മൂന്ന് അശിയ ആയി, മൂന്ന് വിഭാഗമായി, മൂന്ന് രൂപത്തിലായി ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തി. അഹദുഹാ, അതിൽ ഒന്നാമത്തത് അൽ മുഹാഫളതു അലാ അംരി ശറഈ, അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ എത്രത്തോളം മുറുകെ പിടിച്ച് ജീവിക്കാൻ കഴിയുമോ പരമാവധി ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കുക എന്നതാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ ശറഈന്റെ നിയമങ്ങളെ സൂക്ഷിച്ച് ജീവിക്കുക എന്നതാണ്. നീന്തമറിയാത്ത, സ്വിമ്മിങ് അറിയാത്തൊരു മനുഷ്യൻ ഇവിടെ എന്താ നീന്തലിന് പറയാ? നീന്താൻ തന്നെ പറയാ, നീന്താൻ തന്നെ പറയാ. നല്ല കന്നഡയും മലയാളം ഒന്നുമില്ല, സ്വിമ്മിങ് എന്ന് പറയൂ അല്ലേ. നീന്താൻ അറിയാത്ത മനുഷ്യൻ വെള്ളം കാണുമ്പോൾ ഭയപ്പെടുന്നത് പോലെ യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ അടിമത്തത്തെ കുറിച്ച് ബോധമുള്ളവനാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ അവൻ തീർച്ചയായും അവന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിന്റെ ശറഈനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് എത്രത്തോളം മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഞാൻ അടിമയാണ് എന്ന ചിന്ത കുറയുന്നുണ്ടോ,
അടിമത്തത്തെ എത്രത്തോളം മനുഷ്യൻ മറക്കുന്നുണ്ടോ, അടിമത്തത്തിൽ നിന്ന് മനുഷ്യൻ എത്രത്തോളം അകലുന്നുണ്ടോ, ആ അകൽച്ചയുള്ള കാലത്തോളം അവൻ മനസ്സിന്റെ ഉള്ളിൽ അല്ലാഹുവിനോടുള്ള ഭയം അവന്റെ മനസ്സിൽ നിന്ന് ഊരിക്കൊണ്ടിരിക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മനുഷ്യന്റെ ശരീരത്തിന് രോഗം പിടികൂടും എന്ന് ഭയപ്പെടുന്ന പല കാര്യങ്ങളും, മനുഷ്യന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തെ തകർത്ത് കളയും എന്ന് ഡോക്ടർമാര് വിധി എഴുതുന്ന പല കാര്യങ്ങളും മനുഷ്യൻ പലപ്പോഴും കൈയൊഴിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയാണ്. ഷുഗർ ബാധിച്ച രോഗി ഷുഗറില്ലാതെ, പഞ്ചസാരയില്ലാതെ, ഇഷ്ടപ്പെട്ടിട്ടല്ലെങ്കിലും കഷ്ടപ്പെട്ട് കൈയൊഴിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? അവന്റെ ആരോഗ്യത്തിന്റെ നില അത് പരമാവധി ജീവിക്കുന്ന കാലത്തോളം ആഫിയത്തോടെ ജീവിക്കണം എന്ന ചിന്താഗതിയാണ്. എന്നാൽ മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ആ അടിമത്വ ബോധമുള്ള അല്ലാഹുവിന്റെ അടിമയാണ് എന്ന ബോധത്തോടെ ജീവിക്കുന്ന മനുഷ്യനാണെങ്കിൽ അവൻ ശറഇന്റെ നിയമങ്ങളെ വല്ലാതെ സൂക്ഷിച്ച് ജീവിക്കും, ശറഇന്റെ നിയമങ്ങളെ വല്ലാതെ ശ്രദ്ധിച്ച് ജീവിക്കും. അതിന്റെ കാരണം അവൻ അടിമത്വ ബോധമുള്ളവനാണ് എന്നതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഏതാ? കേസ് കൊടുക്കാനല്ല, എനിക്ക് പഠിക്കാൻ വേണ്ടിയാ. മഞ്ചേശ്വര വീട്ടില. ഇത് കർണാടകയിൽപ്പെട്ട സ്ഥലം. കർണാടകയിൽ എത്തിയില്ലേ? അവൻ വെട്ടിലയിലെ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടോ ആനക്കെതിരെ ഒരു കേസ് ഉണ്ടാവും? നിങ്ങൾ ആരെങ്കിലും ആനക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടോ? ആന പോയിട്ട് ഉയ്യാനക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടോ? ഉറുമ്പിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടോ? അതുപോലെ അത്തരം ഏതെങ്കിലും ജീവികൾക്കെതിരെ നമ്മൾ കേസ് കൊടുക്കാറുണ്ട്. അവരക്രമം ചെയ്യാത്തത് കൊണ്ടാണ്? അല്ല, ചിലപ്പോൾ മനുഷ്യൻ ചെയ്യുന്ന അക്രമത്തെക്കാൾ വലിയ അക്രമം ചെയ്തു വെച്ച ഉറുമ്പുകൾ ഉണ്ടാകാം. വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പാത്രത്തിൽ അതും മൂടി വെച്ച് ആരും തുറക്കരുത് എന്ന് മനസ്സിലാക്കി വളരെ ഭദ്രമായി സൂക്ഷിച്ചു വെച്ച പഞ്ചസാരയിൽ ആളെ പറ്റിക്കുന്ന രൂപത്തിൽ വരി വരിയായി വന്ന്, അതവ് കണ്ടാൽ നല്ല അതവുള്ള കുട്ടിയാണെന്ന് തോന്നും. ആ ഉറുമ്പിന്റെ വരവ് കണ്ടാൽ ഒരു വരിയും തെറ്റിക്കൂല. അത്ര അതവുള്ള മുത്താലിമ്യങ്ങൾ പോലും ഉണ്ടാവില്ല. നല്ല വരി വരിയായിട്ട് പോയിട്ട് ഈ വീട്ടുകാരൻ സൂക്ഷിച്ചു വെച്ച പഞ്ചസാര കട്ട് തിന്നാൻ വേണ്ടി നോക്കുകയാണ്. എന്നാ ഞാൻ ചോദിക്കട്ടെ, 50 കിലോന്റെ ചാക്ക് കട്ടാ പോലും അതിൽ വന്ന് ഉറുമ്പ് കയറിയാൽ പോലും നമ്മളാരും വെട്ടിലെ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് ഫയൽ ചെയ്തില്ലല്ലോ. ഒരു കുയ്യാന, ആ കുയ്യാനക്കെതിരെ നമ്മൾ കേസ് ഫയൽ ചെയ്തില്ലല്ലോ. നമ്മളെ വീട്ടിലെ ചുമരിന്റെ മേലെ നല്ല വളരെ ഭദ്രമായി ഭംഗിയായി പിടിപ്പിച്ചു വെച്ച കട്ടിലിൽ കയറി അല്ലെങ്കിൽ വാതിലിൽ കയറി ചെതല് തിന്നു. ആ ചെതലിനെതിരെ ആരും കേസ് കൊടുത്തില്ലല്ലോ. എന്തുകൊണ്ട് നമ്മൾ അത്തരം ജീവികൾക്കെതിരെ കേസ് കൊടുത്തില്ല? ആ ബുദ്ധി ജീവികൾ ബുദ്ധിയില്ലാത്ത ജീവികളാണ്, തക്ലീഫില്ലാത്ത ജീവികളാണ്, മനുഷ്യനെ പോലെയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏതെങ്കിലും ആന കരിമ്പും തോട്ടത്തിൽ കയറുമ്പോ ഇതിന്റെ മുതലാളിയുടെ നമ്പറോ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഒരു വാട്സപ്പ് നമ്പറെങ്കിലും കിട്ടിയെങ്കിലും മൂപ്പർക്ക് ഒരു മെസ്സേജ് അവിടെ ഇട്ടിട്ട് കയറാന്ന് വിചാരിക്കുവോ ഒരാന? ഇല്ല. അവിടെ വലിയ ബോർഡിൽ വാട്സപ്പ് നമ്പർ എഴുതി വെച്ചാലും, ഫോൺ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ എഴുതി വെച്ചാലും, മെയിൽ എഴുതിയാണുള്ള മെയിൽ ഐ ഡി എഴുതി വെച്ചാലും മൂപ്പർക്ക് യാതൊരു ബോധം ഉണ്ടാകൂല. മൂപ്പർ കയറിയിട്ട് ഒരു കരിമ്പല്ല, പിന്നെ കരിമ്പ് തോട്ടത്തിൽ ആന കയറിയ പോലെ എന്നാ പറയുന്നത് ചെയ്യാൻ. മൂപ്പർക്ക് പറ്റുന്ന രൂപത്തിൽ എങ്ങനെയൊക്കെ അത് നശിപ്പിക്കാൻ പറ്റുമോ ആ രൂപത്തിലൊക്കെ മൂപ്പർ നശിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോകും.
ആനക്കെതിരെ ആരും കേസ് കൊടുക്കാത്തത് ആനനോട് ആന കോടതിയിലെത്തിയിട്ട് വല്ലാതെ വാദിച്ച് ജയിച്ചു കളിയൊന്ന് പേടിച്ചിട്ടല്ല, ആ ആനക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ്, തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ്, തക്ലീഫില്ലാത്തത് കൊണ്ടാണ്. അതേ സ്ഥാനത്ത് മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ ലോകസിദ്ധാവായ റബ്ബ് സുബ്ഹാനഹു വ തആല തിരിച്ചറിവ് കൊണ്ട്, അഖ്ല് കൊണ്ട് വലിയ അനുഗ്രഹം നൽകിയ സൃഷ്ടികളാണ് അല്ലാഹുവിന്റെ ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളാകുന്ന മനുഷ്യർ. ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കലും അന്യന്റേത് പിടിച്ചെടുത്തുകൂടാ, ഒരിക്കലും മറ്റുള്ളവന്റേത് കട്ടെടുത്തുകൂടാ, ഒരിക്കലും മറ്റുള്ളവന്റേത് അപഹരിച്ചെടുത്തുകൂടാ, ഒരിക്കലും മറ്റൊരാളുടെ പച്ചമാംസം തിന്നുകൂടാ, ഒരിക്കലും ഒരാളെ കയറ്റിയിട്ട് സംസാരിച്ചുകൂടാ, ഒരിക്കലും ഒരാളെ മോശമാക്കി പറയാൻ അവകാശമില്ല. അവന് മറ്റുള്ളവന്റെ സമ്പത്ത് കട്ടെടുക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അവനെ മോശമായി ചിത്രീകരിക്കാൻ പോലും പാടില്ല. ഒരു മനുഷ്യനെയും ഇകഴ്ത്തിയിട്ട് കാണിക്കാൻ അവന് അവകാശമില്ല. ഒരു മനുഷ്യനെയും കുറവാക്കി ചിത്രീകരിക്കാൻ ഒരു മനുഷ്യനും അധികാരമില്ല. അവന്റെ ശറഅ് അത് വിരോധിച്ചിരിക്കുന്നു. കാരണം മനുഷ്യൻ മൃഗങ്ങളെ പോലെ അല്ല, അവൻ വകതിരിവുള്ളവനാണ്. നിങ്ങൾ നോക്കി, ഏതെങ്കിലും ആനനെ കണ്ടോ നിങ്ങൾ അതെന്റെ അമ്മയാണ്, അതെന്റെ അച്ഛനാണ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്റെ ആങ്ങളെയാണ് എന്ന് പറയുന്ന, എന്റെ ഭാര്യയാണ് എന്ന് തിരിച്ചറിയുന്ന, എന്റെ അനുജനാണ് എന്ന് തിരിച്ചറിയുന്ന, എന്റെ പെങ്ങളാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു കുയ്യാനെ പോലും കിട്ടിയില്ലല്ലോ. അവരുടെ ജീവിതത്തിൽ അമ്മയെന്നോ അച്ഛനെന്നോ മക്കളെന്നോ പെങ്ങളെന്നോ ആങ്ങളെയെന്നോ അങ്ങനെ തുടങ്ങിയുള്ള യാതൊരു വ്യത്യാസങ്ങളും ഇല്ല. അതില്ലാത്തത് കൊണ്ടാണ് അവര് ബഹായിമായത്. അതില്ലാത്തത് കൊണ്ടാണ് ആ ജീവികളും മൃഗങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. അവരൊരിക്കലും മനുഷ്യനെ പോലെയല്ല. മനുഷ്യൻ എല്ലാറ്റിനും നിയമസംഹിതകളുള്ള ജീവിയാണ്. അത് വെറും മുസ്ലിമിനെ മാത്രമാണോ? അല്ല. ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ എല്ലാ മതക്കാരനും പറയുന്ന മറ്റുള്ളവൻ്റെത് കട്ടെടുക്കാൻ നിർവാഹമില്ല, മറ്റുള്ളവൻ്റെത് അപഹരിച്ചെടുക്കാൻ നിർവാഹമില്ല, മറ്റുള്ളവനെ അതേ ഒരിക്കലും മറ്റുള്ളവന്റെ മുന്നിൽ കുറവാക്കാൻ പാടില്ല. ഇങ്ങനെ തുടങ്ങി മാനുഷികമായി മനുഷ്യന്റെ ഇടയിൽ തന്നെ മതമുള്ളവനും ഇല്ലാത്തവനും അംഗീകരിക്കുന്ന നൂറുകണക്കിന് നിയമങ്ങളുണ്ട്. മനുഷ്യന് കൈവയ്ക്കാൻ പറ്റാത്ത നൂറുകണക്കിന് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊക്കെ ചിലര് അംഗീകരിക്കും. പക്ഷേ ചില വിഷയത്തിലെത്തിയാൽ അവർക്ക് അതാ ദീനിനോട് വലിയ വെറുപ്പാണ്, ഇസ്ലാമിന്റെ ആശയത്തെ വലിയ വെറുപ്പാണ്. എന്തിന്റെ പേരിലാണ്? ആശയം വളരെ നല്ലതാണെന്ന് അറിഞ്ഞിട്ട് പോലും ആശയത്തെ എന്തിനാണ് അവര് മറച്ചു വെക്കുന്നത്? എന്തിനാണ് അവര് ചെറുതാക്കി കാണിക്കുന്നത്? അവരുടെ ജീവിതത്തിലെ ദുന്യാവിലെ ജീവിതത്തിലുള്ള പ്രൗഢിയും ദുന്യാവിലെ ജീവിതത്തിലെ സന്തോഷവും അതിന് തടസ്സമാകുന്ന പ്രവർത്തനങ്ങളെ അംഗീകരിക്കാൻ അവരെ മനസ്സ് അനുവദിക്കുന്നില്ല. അബൂജഹലിന് അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് സത്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാഗത്ത് നിന്ന് സത്യമല്ലാതെ മറ്റൊന്നും കേട്ടിട്ടില്ല, മറ്റൊന്നും പരിചയപ്പെട്ടിട്ടില്ല. ആ അബൂജഹൽ ഈമാനുള്ള ഉപ്പമാരെ ഉമ്മമാരെ എന്തിന്റെ പേരിൽ ഈ സുന്ദരമായ ആശയത്തെ അംഗീകരിച്ചില്ല? ഈ ആശയത്തിൽ ഒതുങ്ങി ജീവിച്ചാൽ അവന്റെ ജീവിതത്തിൽ അവൻ താല്പര്യപ്പെടുന്ന ദുന്യാവിലെ പല സന്തോഷങ്ങളെയും മാറ്റിവെക്കാതെ ജീവിക്കാൻ അവന് നിർവാഹമില്ല. ശറഇന്റെ പല നിയമങ്ങളെയും മാറ്റിക്കുറിക്കാതെ അവന്റെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിയില്ല. മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിന്റെ സുഖലോലുപതക്ക് പകരം ജീവിക്കുന്ന കാലത്ത് തന്നെയും സന്തോഷവും സുഖവും വേണമെന്നവൻ ചിന്തിച്ച് അവൻ അത്തരം നിയമങ്ങളെ അംഗീകരിച്ചില്ല. എന്നാൽ അത്തരം അബൂജഹലും അബൂജഹലിന്റെ പാർട്ടിക്കാരും പിൽക്കാലത്ത് വന്ന ദീനിന്റെ വിരോധികളും ദീനിന്റെ പല നിയമങ്ങളെയും അവര് കൊച്ചാക്കി കാണിക്കുന്നുണ്ട്.
അവര് ചിലപ്പോൾ ഇസ്ലാമിനെതിരെ സ്ത്രീ പുരുഷ സമത്വം പ്രഖ്യാപിക്കുന്നുണ്ട്. അതുപോലെ ഇസ്ലാമിന്റെ പല നിയമങ്ങളെയും അവര് ചെറുതാക്കി പറയുന്നുണ്ട്. ആണിനുള്ള സ്ഥാനം പെണ്ണിന് ഇസ്ലാം നൽകിയിട്ടില്ലെന്ന് ഇസ്ലാമിനെതിരെ ആരോപണം പറയുന്നുണ്ട്. പക്ഷേ അവര് ചിന്തിക്കുന്നില്ല, ഞങ്ങൾ എന്തിന്റെ പേരിലാണ് ഞങ്ങൾക്ക് തോന്നിയത് ചിലത് മാത്രം മാറ്റിവെച്ചത്, ചില കാര്യങ്ങള് മാത്രം മാറ്റിവെച്ചത്, ചില കാര്യങ്ങളെ മാത്രം തിരിച്ചു വെച്ചത് എന്നവര് ചിന്തിക്കുന്നില്ല, അവരാലോചിക്കുന്നില്ല. പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? മറ്റുള്ളവൻ്റെത് അപഹരിച്ചെടുക്കരുത്, കട്ടെടുക്കരുത്, മറ്റുള്ളവൻ്റെത് ചൊട്ടിയെടുക്കരുത്. ഇത് പറയാത്ത ഒരു മതക്കാരനുമില്ലല്ലോ, ഒരു മതക്കാരനെയും കാണാനില്ലല്ലോ. അപ്പൊ എന്തേ മറ്റൊരാളെ മനസ്സിൽ എന്തേ അവനിക്ക് മാത്രം പണം ഉണ്ടാകണം എന്നൊരു ചിന്ത, എല്ലാവർക്കും പണം സമത്വമാകണം എന്നൊരു നിയമത്തിലേക്ക് ലോകമൊരിക്കലും ഒന്നിക്കുന്നില്ല. ഒരു ദീനിന്റെ വിരോധിയും പറയുന്നില്ല. സ്ത്രീ പുരുഷ സമത്വം വേണമെന്ന് പ്രഖ്യാപിക്കുന്ന ഇസ്ലാമിന്റെ വിരോധികൾ പോലും പണത്തിന്റെ ഇടയിൽ സമത്വം വേണമെന്ന് പ്രഖ്യാപിക്കുന്നില്ല. എന്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നില്ല? അള്ളാന്റെ ദീന് പറഞ്ഞത് കൊണ്ടാണോ? അല്ല. ദീനിന്റെ നിയമത്തെ അംഗീകരിക്കാനാണോ? അല്ല. അല്ലെങ്കിൽ ഭൗതിക ലോകത്തുള്ള അത്തരം എന്തെങ്കിലും ദുന്യവിയായ കാര്യങ്ങള്, ആ ദുന്യവിയായ കാര്യങ്ങളെ മാത്രം വകവെച്ചിട്ടല്ലാതെ ആഖിറത്തിനെ വകവെച്ചിട്ടാണോ? അല്ല, അല്ല. സ്ത്രീ പുരുഷ സമത്വം വേണം എന്ന് പറയുന്ന മനുഷ്യനും എന്തുകൊണ്ടവൻ ഇവരെ മനുഷ്യന്മാർക്കിടയിൽ പണത്തിന്റെ ഒരു സമത്വം ഉണ്ടാകണം എന്ന് പ്രഖ്യാപിക്കുന്നില്ല? എല്ലാവർക്കും ശമ്പളം ഒരുപോലെയാകണം. ബിസിനസ്സുകാരനായാലും ജോലിക്കാരനായാലും അവന്റെ കയ്യിലുണ്ടാകുന്ന പണം ഒരുപോലെയാകണം എന്നതിന്റെ പേരിൽ എല്ലാരും എന്തുകൊണ്ട് മുറുക്ക പിടിച്ച് വാശി പിടിക്കുന്നില്ല? അതിന്റെ പേരിൽ എന്തുകൊണ്ട് ഞങ്ങൾ പാവങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങളും പണക്കാരെ പോലെ ആകണം, പണക്കാരെ കയ്യിലുള്ളതൊക്കെ ഞങ്ങൾക്കും തരണം എന്നൊരു നിയമം എന്തുകൊണ്ടുണ്ടാക്കുന്നില്ല? ഓ മുസ്ലിമേ, എന്തുകൊണ്ടത് അംഗീകരിക്കുന്നില്ല? അവർക്കറിയാം സ്ത്രീ പുരുഷ സമത്വം എന്ന് പ്രഖ്യാപിക്കുമ്പോഴും അതുപോലെ ദീനിന്റെ ആശയങ്ങൾ അവര് പച്ചയായി കൊച്ചാക്കി കാണിക്കുമ്പോഴും അവരെ ഉള്ളിന്റെ ഉള്ളിൽ അറിയാം സ്ത്രീയെയും പുരുഷനെയും ഒരുപോലെ സമത്വത്തിൽ പെടുത്തിയിട്ട് കാണിക്കാൻ ഒരു ലോകത്തും ഒരു മനുഷ്യനും കഴിയൂല. പിന്നെ എന്തിന്റെ പേരിലാണ് അവർ അതിനു വേണ്ടി സിന്ദാബാദ് വിളിക്കുന്നത്? എന്തിനാണ് അതിനു വേണ്ടി അവര് സംസാരിക്കുന്നത്? ദുർബലരായ ചില ആളുകളെ മനസ്സിന്റെ നദി ഉള്ളിലുള്ള ഈമാനിനെ കെടുത്തിക്കളയാൻ, ദുർബലരായ മനസ്സിന്റെ ദൗർബല്യമുള്ള ആളുകളെ മനസ്സിനെ അവരുടെ ആ പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ആശയത്തിൽ നിന്ന് വഴിതിരിക്കാൻ അവർ കണ്ടെത്തിയൊരു മാർഗമല്ലാതെ അതിനെ പറയാനില്ല. അതുകൊണ്ടാ ഈമാനുള്ള വിശ്വാസികളെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ നീ ഒരു നല്ല ഉബൂദിയത്തുള്ളവനായിട്ടാണ് ജീവിക്കേണ്ടത്, അടിമത്വമുള്ളവനായിട്ടാണ് ജീവിക്കേണ്ടത്. ആ അടിമത്വമുള്ള ജീവിക്കുന്ന അടിമത്വബോധമുള്ള മനുഷ്യനാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും അനിവാര്യമായ ഘടകത്തെ കുറിച്ച് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, മുഹാഫദത്തു ശറഈ, ശറഈന്റെ നിയമങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കലാണ്. എന്തിനാണ് ശറഈന്റെ നിയമങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുന്നത്? ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ അതേതെങ്കിലും ഒരു വ്യക്തിയുടെ വകയിൽ ഉണ്ടാക്കിയ നിയമങ്ങൾ അല്ല, ഒരു വ്യക്തിക്ക് തോന്നിയ നിയമങ്ങൾ ഉണ്ടാക്കിയെടുത്തതല്ല, ഒരു വ്യക്തി കുറെ ആലോചിച്ചുണ്ടാക്കിയ നിയമമല്ല, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ, നാലോ അഞ്ചോ വ്യക്തികൾ കൂടി ചേർന്നിട്ട് മാസങ്ങളോളം ഇരുന്നെഴുതി ഉണ്ടാക്കിയ നിയമസംഹിതകളല്ല. ആ നിയമസംഹിതകളാണെങ്കിലോ ഒരിക്കലും ദീനിന്റെ നിയമം പോലെ തികഞ്ഞ നിയമമാകുന്നില്ല. എന്തുകൊണ്ടാകുന്നില്ല? മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബിന്റെ നിയമസംഹിതകളാണ്, മനുഷ്യനെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിന്റെ നിയമങ്ങളാണ് അള്ളാന്റെ ശരീഅത്തിന്റെ നിയമം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ശരീരത്തിന് പറ്റാത്ത, മനുഷ്യന്റെ ശരീരത്തിന് താങ്ങാൻ കഴിയാത്ത, മനുഷ്യന്റെ ശരീരത്തിൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങൾ അല്ലാഹ് കൽപ്പിച്ചതേ ഇല്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ,
മനുഷ്യന് കഴിയുന്നതല്ലാത്തത് അല്ലാഹ് കൽപ്പിച്ചതേ ഇല്ല. മനുഷ്യന് കഴിയാത്തത് എന്താണ് അല്ലാഹ് ഇവിടെ കൽപ്പിച്ചത്? മനുഷ്യന്റെ ജീവിതത്തിൽ അനിവാര്യമായ ഘടകമാണ് വിവാഹം. ആ വിവാഹത്തെ കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? ചിലർക്ക് കഴിക്കാം, ചിലർക്ക് കഴിക്കാൻ പാടില്ല, അങ്ങനെ ഒരു ഇസ്ലാമില്ല. പള്ളിയിലുള്ള ഉസ്താദുമാർക്ക് വിവാഹം പാടില്ലെന്ന് ഇസ്ലാമിലില്ല. പള്ളിയിലുള്ള മുതഅല്ലിമീങ്ങൾക്ക് വിവാഹം പാടില്ലെന്ന് ഇസ്ലാമിലില്ല. അതുപോലെ പള്ളിയിൽ അല്ലാത്ത മുതഅല്ലിമീങ്ങൾക്കും പള്ളിയിൽ അല്ലാത്ത മനുഷ്യർക്കും സാധാരണക്കാർക്കും വിവാഹം പാടില്ലെന്നൊരു നിയമം ഇസ്ലാമിലില്ല. മറിച്ച് ഇസ്ലാമിന്റെ നിയമം എന്താണ്? വിവാഹപ്രായമെത്തിയാൽ അല്ലെങ്കിൽ വിവാഹത്തിനുള്ള പണം അവന്റെ കയ്യിലുണ്ടായാൽ, വിവാഹത്തിനുള്ള മഹർ അവന്റെ കയ്യിലുണ്ടായാൽ, നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ കഴിയുമോ? ചെലവിന് കൊടുക്കാനുള്ള പണം കയ്യിലുണ്ടോ? നിങ്ങൾ വിവാഹം കഴിക്കണേ. വിവാഹത്തിന് പറ്റാത്തവനായി ഒരാളുമില്ല, വിവാഹത്തിന് പറ്റാത്തവളായി ഒരാള് ലോകത്ത് പറയാനില്ല. എല്ലാവർക്കും വിവാഹം പറ്റും. വിവാഹത്തിനാകെ ഉള്ള ഡിമാൻഡ് എന്താണ്? അവർക്ക് ചെലവിന് കൊടുക്കാനുള്ള പണം കയ്യിൽ വേണം, മഹർ കൊടുക്കാനുള്ള പണം കയ്യിൽ വേണം. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു ഇസ്ലാം. അങ്ങനെ പറഞ്ഞു നിർത്തിയോ? ഇല്ല. അവന്റെ ദീനിന്റെ 1/3 ഭാഗം പൂർത്തിയാക്കി വിട്ടാൽ അവന്റെ വിവാഹം കാരണമായി പോയി. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ ജീവിതത്തിൽ കൈയൊഴിക്കാൻ കഴിയാത്തൊരു ഭാഗമാണ് വിവാഹം. ആ വിവാഹം എന്ന് പറയുന്ന പാർട്ടിനെ അല്ലാഹുവിന്റെ ദീൻ എങ്ങനെയാ പഠിപ്പിച്ചത്? അവന്റെ ദീനിന്റെ 1/3 ഭാഗം പൂർത്തിയാക്കി വിട്ടാൽ അത് അനിവാര്യമാണെന്ന് പഠിപ്പിച്ചു ഇസ്ലാം. അങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിൽ അനിവാര്യമായ ഘടകങ്ങളിലൊന്നും അല്ലാഹ് വിരോധിച്ചിട്ടില്ല, അല്ലാഹ് കൈയൊഴിക്കാൻ പറഞ്ഞിട്ടില്ല, അല്ലാഹ് കറാഹത്ത് പോലും ആക്കിയിട്ടില്ല, അല്ലാഹ് മുബാഹാണെന്ന് പറഞ്ഞ് കൈയൊഴിച്ചിട്ടില്ല. അനിവാര്യമായത് മുഴുവനും അവന്റെ ജീവിതത്തിൽ പുണ്യകർമ്മങ്ങൾ തന്നെ അവന്റെ ജീവിതത്തിൽ അനിവാര്യമായിട്ട് തന്നെ പഠിപ്പിച്ചു ഇസ്ലാം. എന്താ കാരണം? ഇതേതെങ്കിലും പുരോഹിതന്മാരുണ്ടാക്കിയ മതം അല്ല, ഏതെങ്കിലും പുരോഹിതന്മാര് എഡിറ്റ് ചെയ്ത മതം അല്ല, ഏതെങ്കിലും പുരോഹിതന്മാര് എഴുതി ഉണ്ടാക്കിയ മതം അല്ല, ഏതെങ്കിലും പണ്ഡിതന്മാര് അവരെ ഇച്ഛകൾക്കനുസരിച്ച് മാറ്റം വരുത്തിയ മതം അല്ല. മറിച്ചു ഖിയാമത്ത് നാളെ വരെ ജീവിക്കുന്ന സർവ്വ മുഅ്മിനീങ്ങൾക്കും അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കാനുള്ള ആശയമാണ്. അവന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തിനും അവന്റെ ശരീരത്തിന്റെ ഇച്ഛകൾക്കും ഏറ്റവും പറ്റുന്ന വിധത്തിൽ അനുവാദം നൽകിയൊരു മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അവിടെ പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവന്റെ പണം കട്ടെടുക്കണം എന്ന് ചിന്തിക്കുന്നത് പോലെ തന്നെയല്ലേ മറ്റുള്ളവന്റെ പെണ്ണിനെ നോക്കാൻ അനുവദിക്കണം എന്ന് ചിന്തിക്കുന്ന ചിന്ത? മറ്റുള്ളവന്റെ പെണ്ണിനെ നോക്കാൻ അനുവാദം വേണമെന്ന് പറയുന്ന ചിന്ത മറ്റുള്ളവന്റെ അവകാശത്തിലേക്ക് കൈയിടലാണ്, മറ്റുള്ളവന്റെ അവകാശത്തെ അപഹരിച്ചെടുക്കലാണ്, മറ്റുള്ളവന്റെ അവകാശത്തെ കട്ടുനോക്കലാണ്. അല്ലാഹ് അനുവദിക്കുന്നില്ല. അങ്ങനെയല്ലാതെ റബ്ബ് വിരോധിച്ചത് ഈ ലോകത്തൊന്നും പറയാനില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അത് വെറുതെ ഖുർആൻ പറഞ്ഞതാണോ, വെറുതെ പഠിപ്പിച്ചതാണോ? അല്ല. മനുഷ്യന്റെ ജീവിതത്തിൽ അവന് കഴിയാത്തതായി ഒന്നും അല്ലാഹ് പറഞ്ഞതേ ഇല്ല, പഠിപ്പിച്ചതേ ഇല്ല. അതുകൊണ്ട് തന്നെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, അടിമത്വ ബോധമുള്ള മനുഷ്യനാണോ, സിട്ടാവായ റബ്ബിന്റെ ഉടമത്വത്തെ കുറിച്ച് ഓർമ്മയുള്ളവനാണോ, അവന്റെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഘടകമാണ് അൽ മുഹാഫളത്തു അലാ അംരി ശർഈ. ശർഈന്റെ കൽപ്പനകളെ ജീവിതത്തിൽ സൂക്ഷിച്ച് ജീവിക്കുക. ഇമാം
ഗസാലി റളിയല്ലാഹു അൻഹു രണ്ടാമതായി എടുത്ത് അർറിളാ ബിൽ ഖളാഇ വൽ ഖദരി വഖിസ്മത്തില്ലാഹി തആല. അല്ലാഹുവിന്റെ ഖദറിൽ നല്ല വിശ്വാസമുണ്ടാവുക, ആ റബ്ബിന്റെ കൊടുതിയില്, അവന്റെ കണക്കാക്കലില്, അവന്റെ ഖളാഇല് നല്ല വിശ്വാസമുള്ളവനാവുക ഏത് അടിമക്കും അനിവാര്യമായ ഒരു ഘടകമാണ്. ചിലപ്പോ നമുക്ക് തോന്നും, എന്റെ കയ്യിലെങ്ങാനും ആ സ്ഥാപനം കിട്ടിയാലുണ്ടല്ലോ ഞാൻ ഭയങ്കര ജോറാക്കും. എന്റെ കയ്യിലെങ്ങാനും ആ സ്ഥാപനം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആ സൂപ്പർ മാർക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ കച്ചവടം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പുരോഗതിക്കുള്ള വകുപ്പുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവകാശവാദം പറഞ്ഞ് ഇന്റർവ്യൂവിന് വന്നിട്ട് മുതലാളി സെലക്ട് ചെയ്തിട്ട് അവനെ മാനേജർ ആക്കിയതാണ്. ഉണ്ടാക്കി വെക്കാത്ത കടങ്ങളില്ല, ഉണ്ടാക്കി വെക്കാത്ത പ്രശ്നങ്ങളില്ല, ഉണ്ടാക്കി വെക്കാത്ത അതേ പ്രശ്നങ്ങൾ പറയാനില്ല. ചിലപ്പോ ചില ആളുകൾ സംസാരം കേട്ടാ തോന്നും ഇവന്റെ കയ്യിൽ ദുനിയാവ് ഫുള്ളും അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക, അത്ര ജോറിൽ അവൻ കൊണ്ടു നടക്കുമെന്ന് തോന്നുന്നു. മനുഷ്യന്റെ തോന്നല് മാത്രമാണ്. അതുകൊണ്ടാണ് അള്ളാന്റെ ഖുർആൻ പറഞ്ഞത്, നീ കരുതുന്ന ചില കാര്യങ്ങള്, നീ ഖൈറാണെന്ന് ധരിച്ച ചില കാര്യങ്ങള്, അത് ചിലപ്പോൾ നിനക്ക് ശർറായി പോയി. كتب عليكم القتال وهو كره لكم وعسى أن تكرهوا شيئا وهو خير لكم وعسى أن تحبوا شيئا وهو شر لكم والله يعلم وأنتم لا تعلمون. നീ ഭയങ്കര വിവരമുള്ളവനാണ് എന്നുള്ള തോന്നലുണ്ടോ നിനക്ക്? നീ അറിയുന്നവനല്ല, വല്ലാഹു യഅലം, അവനാണ് ഏറ്റവും അറിയുന്നവൻ. അൻതും ലാ തഅലമൂൻ, നിങ്ങളൊന്നും അറിയുന്നവരല്ല, നിങ്ങളൊന്നും അറിയുന്നവരല്ല. നല്ല കമ്പനിയിൽ നല്ല ഉന്നതമായ സ്ഥാനത്ത് ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരൻ, അയാളാണ് ആ കമ്പനി അങ്ങനെ വളർത്തിയത് എന്നെല്ലാവരും പറയുന്നു. അയാളാണ് ആ കമ്പനി അത്ര ജോറിലാക്കിയത് എന്നെല്ലാവരും പറയുന്നു. അപ്പം വേറൊരു കമ്പനിക്കാരന് തോന്നി, ആ കമ്പനിക്കാരൻ കൊടുക്കുന്ന ശമ്പളത്തിനേക്കാൾ കൂടുതൽ കൊടുത്തിട്ട് ആ മുതലാളി അറിയാതെ അവനെ ചൊട്ടിയിട്ട് എടുക്കണം. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ. ആ മുതലാളി അറിയാതെ ആ ജോലിക്കാരനെ എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണം. എന്നിട്ട് ഇവനോട് അവനേക്കാൾ കൂടുതൽ സാലറി പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവന്നതാണ്. ഉള്ള കച്ചവടവും മുഴുവനും ബാത്തിലാക്കി കൊടുത്തു. എന്താ കാരണം? നീ കരുതിയത് അവന്റെ കഴിവാണ് എന്നാണ്. കഴിവ് കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, അവനല്ല. അവനിലൂടെ ചിലപ്പോൾ അല്ലാഹു ആ കമ്പനിയെ ഉയർത്തിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിന്റെ കമ്പനി അല്ലാഹു അവനിലൂടെ ഉയർത്താൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ, അവനിലൂടെ തകർക്കാനാണ് റബ്ബ് തീരുമാനിച്ചതെങ്കിൽ നിനക്കവിടെ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും. നീ ചിലപ്പോൾ ജീവിതത്തിൽ വല്ലാതെ വെറുത്ത കാര്യങ്ങളായിരിക്കാം, ഉണ്ടാകരുത് എന്ന് ചിന്തിച്ച കാര്യങ്ങളായിരിക്കാം, അങ്ങനെ ഉണ്ടാകരുത് എന്ന് ചിന്തിച്ചിട്ട് പ്രവർത്തിച്ച കാര്യങ്ങളായിരിക്കാം. പക്ഷേ മോനേ, അത് നിനക്ക് ശർറാണെന്ന് കരുതിയെങ്കിലും അത് നിനക്ക് എത്രയോ ഖൈറാണ് കേട്ടോ. ചിലപ്പോ നിനക്ക് ഖൈറായ ചില കാര്യം വേറെ ചില ആളുകൾക്ക് ഭയങ്കര ഷർറായിരിക്കും. അവർക്ക് ഷർറായ ചില കാര്യം നിനക്ക് ചിലപ്പോൾ ഭയങ്കര ഖൈറായിരിക്കും. ഞാനിങ്ങനെ ഓർക്കാണ്, കുറ്റിയാടി സിറാജുൽ ഹുദയിൽ വന്ന ഒരു മുതലാളി പറഞ്ഞൊരു സംഭവം ഞാൻ ഇങ്ങനെ ഓർക്കാണ്. കൊറോണ മൂർച്ഛിച്ച് നിൽക്കുന്ന സമയം അവിടുന്ന് വല്ലാതെ ദുആ ചെയ്യുന്ന എല്ലാവരും. എന്തിനാ ദ്വാരക്കുന്നത്? പഠിച്ചോനെ കൊറോണ മാറിക്കിട്ടണേ അല്ലാ എന്ന് ദ്വാരക്കുന്നത്. അപ്പൊ ഈ മുതലാളി പറയാണ്, ദ്വാരക്കുമ്പോ പേടിയാകാണ്. ഈ മുതലാളി പറയാണ്, ദ്വാരക്കുന്നത് കാണുമ്പോ പേടിയാകാണ്. ഞാൻ ചോദിച്ചാ, എന്തിനാ ദ്വാരക്കുമ്പോ പേടിയാകേണ്ട ആവശ്യം? കൊറോണ മാറിക്കിട്ടാൻ തന്നെയല്ലേ ലോകം മുഴുക്കെ ആഗ്രഹിക്കുന്നത്. പിന്നെ ദ്വാരക്കുന്നതിന് എന്താ പേടിക്കേണ്ട ആവശ്യം? അപ്പൊ ഇയാള് പറയാണ്, 2 കണ്ടെയ്നറിലാണ് ഞാൻ കൊണ്ടുവന്ന് മാസ്ക് ഇറക്കിയത്. ആ മാസ്ക് തീരാതെ കൊറോണ എങ്ങാനും പോയി കഴിഞ്ഞാൽ, കോടിക്കണക്കിന് ഉറുപ്പിന്റെ നട്ടത്തിലേക്ക് ഞാൻ പോയാൽ, എന്നെ മുഴുവൻ ജനങ്ങളും ചോദ്യം ചെയ്യുന്ന ഗതികേടിലേക്ക് ഞാൻ മാറിപ്പോകുമല്ലോ. എന്നെ കച്ചവടം പൊടിപൊടിക്കുന്നതിന് പകരം പൊളിഞ്ഞു പോകുമല്ലോ. ഇത് ഭയപ്പെട്ടിട്ട് എനിക്ക് പേടിയാവുകയാണ്. നിങ്ങൾ
ആലോചിച്ചു നോക്കിയേ. എല്ലാരും ആമീൻ പറയുമ്പോ അയാൾക്ക് ബേജാറാണ്, പഠിച്ചോനെ കൊറോണ എങ്ങാനും പോയാലോ അല്ലേ, കൊറോണ എങ്ങാനും പോയാലോ എന്ന് ബേജാറാണ്. നിങ്ങൾ കാണുന്നില്ലേ ചില മുത്തഅല്ലിമീങ്ങളെ, അതുപോലെ മദ്രസയിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന ചെറിയ കുട്ടികളെ, നിങ്ങളായിട്ടൊന്നും മുത്തഅല്ലിമീങ്ങളും കുട്ടികളൊന്നും ഉണ്ടാകൂല. വെള്ളപ്പൊക്കം വരുമ്പോൾ അവരിങ്ങനെ നോക്കി നിന്നിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. വെള്ളം കയറട്ടെ, വെള്ളം കയറട്ടെ, വെള്ളം കയറട്ടെ എന്നാ അവര് പറയുന്നത്. എന്തിനാ വെള്ളം കയറാൻ പറഞ്ഞത് എന്നറിയോ? 2 ദിവസത്തെ ലീവ് കിട്ടാനാ. അവരെ ബുദ്ധി കുറവാൻ, ചിന്ത കുറവാണ്. ഇതുപോലെ ഈമാനുള്ള വിശ്വാസികളെ ഇറക്കി വെച്ച മാസ്ക് തീർന്നു പോയിട്ടില്ലെങ്കിൽ ഞാൻ കടക്കാരനാകൂന്ന് പേടിച്ചിട്ട് അയാള് ദ്വാരക്കുമ്പം ഭയത്തോടുകൂടെ പറയാണ്, ഇങ്ങനെ ദ്വാരനാ കൊറോണ പെട്ടെന്ന് പോയാലോ. നമ്മളൊക്കെയും ചിന്തിച്ചതോ കൊറോണ വല്ലാത്തൊരു മുസീബത്ത് തന്നെ, ഇതൊന്ന് നീങ്ങി കിട്ടിയില്ലെങ്കിൽ പടച്ച റബ്ബേ എങ്ങനെയാ റൂമിന്റെ വാടക കൊടുക്കല്, എങ്ങനെയാ കച്ചവടത്തിന്റെ വാടക കൊടുക്കല്, എങ്ങനെയാ മുത്തഅല്ലിമീങ്ങളെ പഠിപ്പിക്കല്, എങ്ങനെയാ വഅദിന്റെ മജ്ലിസ് നടക്കല്, എങ്ങനെയാ ദിക്റിന്റെ മജ്ലിസ് നടക്കല്. ഇയാൾ ഇതിനൊന്നും എതിരല്ല. അയാൾ വന്നത് ദ്വാരപ്പിക്കാനാണ്, ദിക്റിന്റെ മജ്ലിസിൽ പങ്കെടുക്കാനാണ്, മുത്തഅല്ലിമീങ്ങളെ കൂടെ ഒരുമിച്ച് കൂടിയിട്ട് ദ്വാരക്കാനാണ്. പക്ഷേ മാസ്ക് നീങ്ങുമെന്ന് പേടിച്ചപ്പോൾ, മാസ്കിന്റെ വിൽപ്പന കുറയൂന്ന് പേടിച്ചപ്പോൾ ആമീൻ പറയാൻ പേടിച്ചു വന്ന രംഗമുണ്ടായില്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കി, ഈമാനുള്ള വിശ്വാസികളെ കുറെ കാലമായി ജീവിക്കുന്നു. ആർക്കും വേണ്ടാത്ത പ്രദേശത്താണ് ജീവിതം. ഒരു നാട്ടുകാരുമില്ല, ഒരു കൂട്ടുകാരുമില്ല, സഹപാഠികളുമില്ല, സഹചാരികളുമില്ല, അയൽവാസികളുമില്ല, ആരും ഇല്ലാത്ത പ്രദേശത്താണ് താമസം. ആ താമസിക്കുന്ന സ്ഥലത്ത് ജീവിക്കുമ്പോൾ ഒന്നും വകയില്ലാതെ ജീവിക്കുന്ന മനുഷ്യന്റെ കയ്യിലേക്ക് കോടിക്കണക്കിന് ഉറുപ്പിയുടെ പണം അല്ല കൊടുക്കുന്നില്ലേ? അവിടെ വലിയ വലിയ മുതലാളിമാരുടെ പദ്ധതികൾ വന്നപ്പോൾ, വലിയ വലിയ കമ്പനികൾ വന്നപ്പോൾ ആ സ്ഥലം മാത്രം കിട്ടാതെ കുടുങ്ങിയ മുതലാളി ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിയത് കണ്ടപ്പോൾ പണ്ട് കാലത്ത് വിറ്റവൻ തലതാഴ്ത്തിപ്പോയില്ലേ? ആരുമില്ലാത്ത പ്രദേശം, അവിടെ നമുക്ക് ഇപ്പൊ സ്ഥലം കിട്ടിയിട്ട് എന്താ കാര്യം എന്ന് വിചാരിച്ചിട്ട് ഏതോ ഒരു മുതലാളി വന്നിട്ട് 2000 ഉറുപ്പിക സെന്റിന് തരാന്ന് പറഞ്ഞപ്പോ ഉടനെ തന്നെ അങ്ങ് വിറ്റു. എന്താ കാരണം? ഇവിടെ ആരും 2000-നൊന്നും സ്ഥലം എടുക്കൂല എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ വിറ്റതാ അല്ലെ. ഭയങ്കര റാഹത്തായിരുന്നു അന്ന് 2000 കിട്ടിയപ്പോ. കാരണം അവിടെ 10-100 ഏക്കർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു പണിക്കും പറ്റാത്തൊരു റോഡ് പോലും ഇല്ലാത്ത സ്ഥലത്ത് എനിക്ക് 2000 ഏക്കർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? 1000 ഏക്കർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? 100 ഏക്കർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ആർക്കും അങ്ങ് പോകാൻ പറ്റൂല. അവിടെ ആനയുണ്ട്, കുതിരയുണ്ട്, കുയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആരും അങ്ങോട്ട് പോകൂല. പിന്നെ കിട്ടുന്ന പൈസക്ക് അങ്ങ് വിറ്റ് കളയാന്നല്ലാതെ അതിങ്ങനെ വെച്ചിട്ടെന്താ കാര്യം എന്ന് വിചാരിച്ചിട്ട് വിറ്റതാണ്. അല്പ ദിവസം കഴിഞ്ഞപ്പോ അതിന്റെ തൊട്ടടുത്ത് ചെറ്റക്കുടിയിൽ താമസിക്കുന്ന സ്ഥലം കൂടി മുതലാളിക്ക് വേണം. അപ്പൊ ഈ ചെറ്റക്കുടിയിൽ താമസിക്കുന്നവനോട് വന്നിട്ട് പറയാണ്, ഞാൻ 2000-നാണ് അപ്പുറത്തെ സ്ഥലം എടുത്തത്, നിങ്ങൾക്ക് 3000 തരാം, നിങ്ങൾ സ്ഥലം തരുമോ? അപ്പൊ ഇയാളെ മറുപടി 3 ലക്ഷം തന്നാലും തരൂല, എന്റെ വീടാണ്, എനിക്ക് വലുത്, ഞാൻ വിൽക്കൂല. അല്ലാഹു അല്ലേ കൊടുക്കുന്നവൻ തടയാൻ കഴിയോ? റബ്ബ് കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ തടുക്കാൻ കഴിയുന്ന മുതലാളിമാരില്ല, തൊഴിലാളികളില്ല. നേരത്തെ വിറ്റവൻ അത് വിൽപ്പനയാണ്, എനിക്ക് ഖൈർ എന്ന് വിചാരിച്ചിട്ട് അയാൾ വിറ്റത് അല്ലേ? അല്ലേ? അയാള് ഖൈറാണ് വിചാരിച്ചല്ലേ വിട്ടത്? എങ്ങനെങ്കിലും ഇത് വിറ്റിട്ട് ഷെറാട്ടെ എന്ന് വിചാരിച്ചു വിറ്റതാ? അല്ല, അയാള് ഖൈറാണ് എന്ന് വിചാരിച്ചിട്ട് വിറ്റതാണ്. പക്ഷെ അയാൾക്കല്ല ഖൈർ കിട്ടിയത്, പാവപ്പെട്ട വീട്ടുകാരനാണ് അല്ലേ? അയാൾക്ക് കിട്ടിയത് വളരെ തുച്ഛം സംഖ്യയാണ്. പക്ഷെ ആ വലിയ പറമ്പിന്റെ ചാരത്ത് മൂലയിൽ കിടക്കുന്ന ഒരു വീട് മാത്രം ബാക്കിയായപ്പോ ആ വീട്ടുകാരന് കിട്ടിയതോ ലക്ഷക്കണക്കിന് ഉറുപ്പികയാണ്. അള്ളാഹുവാണ് കൊടുക്കുന്നവൻ, തടയാൻ കഴിയുന്നവൻ, യഥാർത്ഥത്തിലുള്ള കൊടുതിക്കാരൻ. ആ റബ്ബിന്റെ കൊടുതിയും ആ റബ്ബിന്റെ തടയലും കണ്ട് വിശ്വസിച്ച് ജീവിക്കുന്നവനാരോ അവനാണ് ബുദ്ധിമാൻ. അതാണ് അല്ലാഹുവിന്റെ ഖുർആൻ എന്നോട് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ വെറുക്കുന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഖൈറാൻ, വഅസാം തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും, എന്നാ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളോ അത് നിങ്ങൾക്ക് ചിലപ്പോൾ വളരെ വലിയ ഷർറാണ് കേട്ടോ. നിങ്ങൾ ഭയങ്കര താല്പര്യത്തോടുകൂടെ ചെയ്ത പണിയായിരിക്കും,
പക്ഷേ അത് സംഭവിക്കുന്നത് മഹാശറായിട്ട് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അനുഭവം പറയാനില്ലേ അല്ലേ? വിറ്റതിന്റെ ശേഷം പടച്ച റബ്ബേ ഞാൻ എന്ത് വിറ്റത്, എന്തൊരു പരാജയമായി പോയി അല്ലാ എന്ന് ചിന്തിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ നിങ്ങൾ? 10, 30, 40 വർഷം വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്തിട്ട് ഒരു നയാകാശ് സമ്പാദിക്കാതെ നാട്ടിൽ വന്നിട്ട് ഒന്നുമില്ലാതെ കടല വിറ്റിട്ട് പണക്കാരെ കണ്ടിട്ടില്ലേ നിങ്ങൾ? അല്ലാഹുവാണ് കൊടുക്കുന്നവൻ. അതുകൊണ്ട് തന്നെ മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, നിന്റെ മനസ്സിൽ നല്ല വിശ്വാസം വേണം അല്ലാഹുവിന്റെ ഖളാഇൽ, അർളിദാ ബിൽ ഖളാഇ വൽ ഖദരി വഖിസ്മത്തില്ലാഹി തആല. അല്ലാഹു കൊടുക്കുന്നതിൽ നല്ല വിശ്വാസം വേണം. ആ റബ്ബിന്റെ പ്രവർത്തനങ്ങളിൽ അവന്റെ തീരുമാനങ്ങളിൽ നല്ല റിള വേണം. അതുണ്ടാകുമ്പോ അല്ലാഹു നിനക്ക് നല്ല ഉബൂദിയത്തുള്ള അടിമയായി ജീവിക്കാൻ അവസരം തരുമെന്ന് ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു. അല്ലാഹു തന്നതിൽ നല്ല തൃപ്തിയോടെ ജീവിച്ചാൽ നീ യഥാർത്ഥത്തിലുള്ള അടിമത്ത ബോധമുള്ളവനായി മാറാനത് മതിയാകും. വസാലിതുഹാ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, മൂന്നാമത്തേത് എന്താണ്? തർക്കു റിളാഇ നഫ്സിക ഫീ ത്വലബി റിളാഇല്ലാഹി തആല. നീ നിന്റെ തൃപ്തിയെ കൈയൊഴിക്കലാണ്. നിന്റെ ജീവിതത്തിൽ നീ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ കൈയൊഴിക്കലാണ്. നിന്റെ ജീവിതത്തിൽ നീ താല്പര്യപ്പെടുന്ന കാര്യങ്ങളെ കൈയൊഴിക്കലാണ്. എന്തിനാ നീ കൈയൊഴിക്കുന്നത്? ഫീ ത്വലബി റിളാഇല്ലാ, സിട്ടാവായ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്, സിട്ടാവായ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. ആ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിതത്തിൽ അതാ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അവന്റെ നഫ്സ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ കൈയൊഴിക്കുന്നവനാരോ അവൻ യഥാർത്ഥത്തിൽ അടിമത്വ ബോധമുള്ളവനാണ്. സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റ് തതജാഫാ ജുനൂബഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. നല്ല പ്രതീക്ഷയോടുകൂടെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന അടിമകള്, ആ അടിമകളുണ്ടല്ലോ, ആ അടിമകളെ ജീവിതത്തിൽ അവർക്ക് പുതപ്പിന്റെ ഉള്ളിൽ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു വിഷമവും പറയാനില്ല, ഒരു പ്രയാസവും പറയാനില്ല. ഏത് കോച്ചുന്ന തണുപ്പിലും അവർക്ക് എഴുന്നേറ്റ് ഒതുവെടുക്കുന്നതിന് മടിയില്ല. നിങ്ങൾ കണ്ടില്ലേ മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ഒരു ദിവസം രാത്രിയിൽ ഒതുവെടുത്ത് വരുമ്പോൾ തണുത്ത് കോച്ചിട്ടാണ് വരുന്നത്. വല്ലാതെ തണുത്തിട്ട് പ്രയാസപ്പെട്ടിട്ട് വരുന്ന അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു നടന്നു വരുമ്പോൾ തണുത്ത് നിൽക്കുന്ന ശരീരത്തിലേക്ക് ഒരു ശിഷ്യൻ വന്നിട്ട് ഒരൊറ്റ അടിയാണ്. എന്തിനാണ് ഉസ്താദിനെ തല്ലിയത് എന്നറിയോ? ഉസ്താദിനോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ്. അപ്പൊ ചില മുതൽമികൾ ഇങ്ങനെ നോക്കുക, എന്താ ഉസ്താദെ ഉസ്താദിനെ തല്ലാൻ ചാൻസ് കിട്ടുന്ന ഒരു സ്നേഹത്തിന്റെ തല്ല്, അതൊന്ന് കിട്ടിയാല് ചെറിയ ചില പരിപാടികൾ ഉണ്ടായിരുന്നു. ഉസ്താദിനോട് സ്നേഹത്തിന്റെ പേരിൽ തല്ലിയ തല്ലാണ്. അതേത് തല്ലാണ് എന്നറിയോ? മനസ്സിന്റെ ഉള്ളിൽ ഒരു നീയത്തുണ്ട്, ഒരേ ഒരു നീയത്ത്, നമ്മളെ പോലെയുള്ള നീയത്തല്ല. ഉസ്താദിനെ തല്ലാൻ കിട്ടുന്ന ചാൻസ് കിട്ടിയാ കൊടുക്കണം. തമാശക്കാണെങ്കിൽ പോലും ഉസ്താദ് തല്ലിയത് ഇഷ്ടപ്പെടാത്തതിന്റെ പേരിൽ ഒരു പകരം കൊടുക്കാൻ ഒരു കൊതുകെങ്കിലും വന്ന് നിന്നിരുന്നെങ്കിൽ ചാൻസ് കിട്ടിയാ കൊടുക്കാമായിരുന്നു എന്ന് വിചാരിക്കുന്നവനാകരുത്. ഇമാം അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് കാര്യങ്ങളെ വിലയിരുത്താൻ കഴിവുള്ള മഹാനല്ലേ, ഔലിയാക്കളെ നേതാവല്ലേ. അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് കൊതുക് വന്ന് നിന്നപ്പോൾ ശിഷ്യൻ വന്നടിച്ചുപോയി. കൊതുകിനെ അടിച്ചത് ഉസ്താദിനെയല്ല, അടിച്ചത് ഉസ്താദിനല്ല, അടിച്ചതാരെയാ? കൊതുകിനെ അടിച്ചത്, ഉസ്താദിനെ അടിച്ചല്ല. ഉസ്താദിനെ അടിക്കാൻ ഒരു നിലക്കും നിർവാഹമില്ല. പക്ഷെ കൊതുകിനെ അടിച്ചപ്പോൾ ഉസ്താദിന് ചെറുതായൊന്ന് തട്ടിയപ്പോൾ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ശിഷ്യന്റെ മുഖത്തേക്കൊരു നോട്ടമാണ്, നീ ചെയ്തത് വൻ പാപമായല്ലോ. കേൾക്കുമ്പോൾ നമ്മളെ
മനസ്സിലേക്ക് വരുന്നത് എന്താണ്? എന്തിനാ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ചെയ്തത് പാപാണ് എന്ന് പറഞ്ഞത്? ഉസ്താദായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനെ അടിച്ച ശിഷ്യനായതുകൊണ്ടാണോ? അല്ല. എന്തിനാ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു നീ ചെയ്തത് പാപമാണ് മോനെ എന്ന് പറഞ്ഞത് എന്നറിയോ? അടിച്ചത് കൊതുകിനെയാ. അടിച്ച കൊതുകിനെ അടിച്ചിട്ട് കൊതുകിന്റെ ശരീരത്തിലേക്ക് വേദനിപ്പിച്ചപ്പോ, അല്ലെങ്കിൽ ചത്തുപോകുന്ന വിധത്തിൽ അടി കൊടുത്തപ്പോ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം കണ്ടില്ലേ നീ? ആ ജീവിയുടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്റെ ശരീരത്തിൽ ആ ജീവിക്ക് റബ്ബ് റിസ്ക് കണക്കാക്കിയതിന്റെ പേരിൽ, എന്റെ ശരീരത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ നീ ആ ജീവിയെ അടിച്ചവനായി പോയല്ലോ. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എന്തിനാ മോനെ നീ ആ പാവപ്പെട്ട ജീവിയുടെ റിസ്കിനെ തടഞ്ഞു കളഞ്ഞത്? സയ്യിദുനാ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു വെറുതെയല്ല സുൽത്താനുൽ ആരിഫീനായത്. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു വേറൊരാൾക്ക് കിട്ടിയ പൈസ കണ്ടിട്ടല്ല വിഷമം, വേറൊരാളുടെ റിസ്ക് കണ്ടിട്ടല്ല പ്രയാസം. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ പ്രയാസം തന്റെ ശരീരത്തിൽ വന്ന് കൊതുക് വെള്ളതയെ രക്തം കുടിച്ചപ്പോ ആ കൊതുകിനെ അടിച്ചിട്ട് അള്ളാഹു കണക്കാക്കിയ റിസ്ക് എന്റെ ശരീരത്തിലായതിന്റെ പേരിൽ, ആ ജീവിയെ നീ അടിച്ചതിന്റെ പേരിൽ എനിക്ക് വല്ലാത്ത വിഷമായി അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇനി ഇത് കേട്ടിട്ട് കൊതുക് വളർത്ത് കേന്ദ്രം ഉണ്ടാക്കിയിട്ട് കൊതുകിന് കൈവച്ച് കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഔലിയാക്കളെ നേതാവാണ്. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന് ചിലപ്പോ ആ കൊതുകിന് രോഗം വരുത്താൻ അറിയോ, രോഗം വരുത്തൂലേ എന്നൊക്കെ ചിലപ്പോ തിരിയും. ഇത് കേട്ടിട്ട് ഏതെങ്കിലും കൊതുക് വരുമ്പോ കൊതുകിന് 2 കൈയും വെച്ചു കൊടുത്തിട്ട് വരൂ, എല്ലാരും വരൂ, സ്വാഗതം, നിങ്ങളെ റിസ്ക് ആണ് എന്ന് പറഞ്ഞ് വെച്ചു കൊടുത്തിട്ട് പനി പിടിച്ചിട്ട് പേരോട് ഉസ്താദിന്റെ മോന്റെ നമ്പർ ഒന്ന് തലക്കി തങ്ങളോട് ചോദിച്ചിട്ട് വിളിക്കണം, അയാള് പ്രസംഗിക്കാൻ വിളിച്ചുകൊണ്ടാണ് കുഴപ്പമുണ്ടായത് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് കാര്യം ഉണ്ടാകൂല. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു സുൽത്താനുൽ ആരിഫീനാണ്. ആരിഫീങ്ങളെ സുൽത്താനാ, ഔലിയാക്കളെ നേതാവാ. ആ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഒരു കൊതുകിനെ പോലും വേദനിപ്പിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല. ഒരു കൊതുകിന്റെ ഭക്ഷണം പോലും തടയുന്നത് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു താല്പര്യപ്പെട്ടില്ല. അള്ളാന്റെ തൃപ്തി വേണമെന്നല്ലാത്ത മറ്റൊരു ചിന്ത അവരെ ജീവിതത്തിൽ പറയാനില്ല, അവരെ രംഗങ്ങളിൽ പറയാനില്ല, അവരെ പ്രവൃത്തിയിൽ പറയാനില്ല, അവരെ വാക്കുകളിൽ പറയാനില്ല. ഏത് പ്രവൃത്തിയും അവർ ശരീരത്തിന്റെ ഇച്ഛകൾക്ക് ആവശ്യമുള്ളത് കൈയൊഴിക്കും. ഏത് പ്രവൃത്തിയും അവർ അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി മാറ്റിവെക്കും. നമ്മളോ മൊബൈൽ ഫോണിന്റെ ഉള്ളിൽ കാണുന്ന ചലച്ചിത്രങ്ങൾ പോലും, മൊബൈൽ ഫോണിന്റെ ഉള്ളിൽ കാണുന്ന ചിത്രങ്ങൾ പോലും അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി കൈയൊഴിക്കുന്നതിന് നമ്മളെ ഈമാൻ കൂട്ടാക്കിയില്ല, നമ്മളെ ഈമാൻ അനുവദിച്ചില്ല. കേട്ടിട്ടില്ലേ നിങ്ങൾ മഹാനായ റഈസുൽ സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്? ആ റഈസുൽ സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അന്നഹു ഇസ്തറാ അബ്ദൻ, മഹാനവറുകൾ ഒരു നല്ല അടിമനെ വാങ്ങി. ഫഖാല ലഹു, ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ആ അടിമനോട് ചോദിച്ചു, മസ്മുക, നിന്റെ പേരെന്താണ് മോനെ? മഹാനായ റഈസുൽ സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളോട് ഈ വന്ന അടിമയുടെ മറുപടി, മാസമ്മൈതനീ, നിങ്ങൾ എനിക്ക് പേര് വെച്ചിട്ടില്ലല്ലോ, നിങ്ങൾ എന്നോട് പേര് ചോദിക്കണമെങ്കിൽ നിങ്ങൾ എനിക്ക് പേര് വെച്ചിട്ടില്ലല്ലോ. മഹാനായ റഈസുൽ സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ അടിമനോട് ചോദിച്ചു, വമാ ശുഗലുക, നിന്റെ ശുഗലെന്താണ് മോനെ? മഹാനവറുകളോട് ഈ അടിമയുടെ മറുപടി, മാശഗൽതനീ, നിങ്ങൾ എനിക്ക് ജോലി തന്നിട്ടില്ലല്ലോ. മഹാനായ റഈസുൽ സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ ചോദിക്കുന്നു, മാ ലിബാസുക, മോനെ നിന്റെ ലിബാസ് എന്താണ്? മാ അൽബസ്തനീ, നിങ്ങൾ
നിങ്ങൾ എന്നെ ധരിപ്പിച്ചിട്ടില്ലല്ലോ. എന്റെ അടിമേ, നിന്റെ ഏറ്റവും നീ തെരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ എന്താണ്? അപ്പോഴും നീ അടിമയുടെ മറുപടി ഔലിൽ അബ്ദി ഖീറത്തുൻ മഅ സയ്യിദി, ഉടമസ്ഥനായ റബ്ബിന്റെ മുന്നിൽ അടിമത്വമല്ലാതെ ഉടമത്വമുള്ള തെരഞ്ഞെടുക്കാൻ അധികാരമുള്ളൊരടിമ, അങ്ങനൊരടിമയില്ലല്ലോ ശൈഖേ. റഈസു സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഈ മറുപടി കേട്ടപ്പോൾ അതാ ദുനിയാവിന്റെ പത്രാസുകൾ മുഴുവനും കൈയൊഴിച്ച് ഞാൻ എൻ്റെ അടിമത്വ ബോധമുള്ളൊരു ജീവിതത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തെ മാറ്റേണ്ടതുണ്ടല്ലോ എന്നൊരു ചിന്തമാനായ റഈസു സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ കടന്നു വന്നു പോയി. എന്താ അങ്ങനെ കടന്നു വരാനുള്ള കാരണം എന്നല്ലേ മഹാനായ റഈസു സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഒന്നാമതായി ചോദിച്ച ചോദ്യം എന്താണ്? മസ്മുക, നിങ്ങളെ പേരെന്താണ് എന്നാണ്. നിങ്ങൾ എനിക്ക് പേര് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അതൊരു ഉപദേശമായി നമുക്ക് തോന്നിയിട്ടില്ല അല്ലേ? അതിലെന്തുപദേശമാന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് അല്ലേ? അതിലെന്തുപദേശമാ പറയാനുള്ളത് ഇത് തോന്നിയിട്ടുണ്ട് അല്ലേ? ആ പറഞ്ഞതിന്റെ ഇടയ ഉത്തരം എന്താണ് എന്നറിയോ? മഹാനായ റഈസു സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളോട് എനിക്ക് ജോലി അതേ നിങ്ങൾ പേര് വെച്ചിട്ടില്ല എന്ന് പറയുമ്പോ മഹാനവറുകൾ പേര് വെച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് അടിമക്ക് പേര് വെച്ചിട്ടെന്ത് കാര്യമാണ്? ഞാൻ വെറും അടിമ മാത്രമാണല്ലോ. ആരടിമ? ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ അടിമയാണോ? അല്ലാതെ സാധാരണ നിലക്ക് പറയാൻ മാത്രം വലിയ അടിമത്വമല്ല. അത് മുതലാളി മോചിപ്പിച്ചാൽ തീരുന്ന അടിമത്വമാണ്. എന്നാൽ ലോക സിട്ടാവായ റബ്ബോ, ആ റബ്ബിന്റെ അടിമകളാകുന്ന സൃഷ്ടികളാകുന്ന നമുക്ക് അവിടെ എന്തെങ്കിലും പണം കൊടുത്ത് രക്ഷപ്പെടാനുള്ള നിർവാഹമില്ല. അവിടെ എന്തെങ്കിലും റബ്ബിന് പ്രത്യേകം പാരിതോഷം കൊടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫർ പ്രഖ്യാപിച്ചിട്ടോ രക്ഷപ്പെടാനുള്ള നിർവാഹമില്ല. അടിമയാകുന്ന എനിക്ക് എന്ത് തന്നെ പേര് വെച്ചാലും എന്ത് തന്നെ ബഹുമാനം തോന്നുന്ന പേര് വെച്ചാലും ഞാൻ അടിമ മാത്രമാണല്ലോ. സിട്ടാവായ റബ്ബിന്റെ അടിമ മാത്രമാണല്ലോ. എന്നല്ലേ ചോദിച്ചത്? എന്താ രണ്ടാമത്തെ ചോദ്യം? നിന്റെ ജോലി എന്താണ് എന്നാണ്. നിന്റെ ശുഗൽ എന്താണ്? മാശകൽതനീ, നിങ്ങൾ എന്നെ ജോലിയാക്കിയിട്ടില്ല. അതിന്റെ മാന ലോക സിട്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആല മാ ശഗലഹു ഇല്ലാ ബിത്വാഅതി വൽ ഇബാദ. നിങ്ങൾക്കുള്ള ത്വാഅത്തല്ലല്ലോ യഥാർത്ഥത്തിലുള്ള ത്വാഅത്ത്. അടിമയാകുന്ന ഞാൻ നിങ്ങളെ വഴിപ്പെടുന്നതല്ലല്ലോ യഥാർത്ഥത്തിലുള്ള വഴിപ്പെടൽ. ഞാൻ നിങ്ങളെ തൃപ്തി നേടലല്ലോ യഥാർത്ഥത്തിലുള്ള തൃപ്തി നേടൽ. ഞാനൊരു അടിമയാണ്, ഉടമസ്ഥനായ റബ്ബിന്റെ അടിമ. അതേതാണ് ആ ഉടമസ്ഥൻ എന്നല്ലേ? ലോകം മുഴുക്കെ അടക്കി ഭരിക്കുന്ന രാജാവായ അല്ലാഹ്, ആ റബ്ബിന്റെ അടിമ മാത്രമാണല്ലോ അല്ലാഹ്. അതുകൊണ്ട് തന്നെ ഈ അടിമ മഹാനായ റഈസു സായിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഒരു മനുഷ്യനെയും ഒരു ജിന്നിനെയും അല്ലാഹ് പടച്ചിട്ടില്ല. എന്തിനല്ലാതെ പടച്ചിട്ടില്ല? അല്ലാഹ്ക്ക് ഇബാദത്ത് അർപ്പിക്കാനല്ലാതെ. അത് മുതലാളിമാരെ മാത്രമാണോ? അല്ല. എല്ലാ മുതലാളിമാരെയും എല്ലാ തൊഴിലാളികളെയും എല്ലാവരെയും സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ലോക സിട്ടാവായ റബ്ബിനെ ഇബാദത്ത് ചെയ്യാനല്ലാതെ ഒരാളെയും അല്ലാഹ് പടച്ചിട്ടേ ഇല്ല. അതുകൊണ്ടാ ഈമാനുള്ള വിശ്വാസികള് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അശബ്ദു ഖിയാമത്ത് നാളിൽ ഏറ്റവും ശക്തമായ നിലക്ക് വല്ലാത്ത സങ്കടം വരുന്നൊരു രംഗമുണ്ട്. ഖിയാമത്ത് നാളിൽ വല്ലാത്ത വിഷമം അനുഭവിക്കുന്ന ചില ആളുകളുണ്ട്. വല്ലാത്ത
വല്ലാതെ മനസ്സിന് ടെൻഷൻ അനുഭവിക്കേണ്ട ഗതികേട് വരുന്ന ചില ആളുകളുണ്ട്. അതിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു എണ്ണി പറഞ്ഞത് മുതലാളിമാരെയാണ്. എന്താണ് ആ മുതലാളിമാരെ പ്രത്യേകത എന്നറിയോ? ആ മുതലാളിമാർ ആഖിറത്തിലെത്തിയപ്പോ തൊഴിലാളികൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ദുന്യവിയായ ശുഗലുകൾ ഉണ്ടായിട്ട് പോലും, ദുന്യാവിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിട്ട് പോലും, മുതലാളി അനുസരിച്ച് ജീവിച്ച അടിമയായി ജീവിക്കുമ്പോ പോലും, തൊഴിലാളിയായി ജീവിക്കുമ്പോ പോലും അവര് സുന്നത്ത് നിസ്കരിക്കാൻ സമയം കണ്ടെത്തിയവരാണ്. സുന്നത്ത് നോമ്പനുഷ്ഠിക്കാൻ ആരോഗ്യമുള്ളവരാണ്. അവർ എയർ കണ്ടീഷനിൽ ഇരിക്കുന്നവരല്ല, അവര് കാറുകളിൽ യാത്ര ചെയ്യുന്നവരല്ല. സംവിധാനങ്ങൾ നോക്കിയാൽ വളരെ പിറകിലാണ്. പക്ഷെ ഈമാനിൽ അവര് മുൻപന്തിയില, തഖ്വയിൽ അവര് മുൻപന്തിയില. മുതലാളിയായി ജീവിച്ചവനോ എയർ കണ്ടീഷനുള്ള റൂമിൽ ഇരുന്നിട്ട് പോലും ഒരു വ്യാഴാഴ്ച സുന്നത്ത് നോമ്പെടുക്കാൻ അവന് കഴിഞ്ഞിട്ടില്ല. ഒരു തിങ്കളാഴ്ച സുന്നത്ത് നോമ്പെടുക്കണമെന്നുള്ള ചിന്ത വന്നിട്ടില്ല. അത് അയ്യാമുൽ ബീദിന്റെ നോമ്പെടുക്കണമെന്ന ചിന്ത വന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരു നോമ്പും ജീവിതത്തിൽ എടുക്കണമെന്നൊരു ചിന്ത അവന്റെ മനസ്സിൽ വന്നിട്ടേ ഇല്ല. കാരണം അടിമത്വം മറന്ന് ജീവിച്ചവന്, മുതലാളിത്തരം ജീവിതത്തിൽ മനസ്സിൽ കൊണ്ട് നടന്നവന്, അടിമത്വം ജീവിതത്തിൽ പറയാനില്ല. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, അവൻ ആഖിറത്തിൽ എത്തിച്ചേരുമ്പോൾ അവിടെ ഇതുപോലെ വിഷമമുണ്ടാകുന്ന ഒരാള് വേറെ കാണാനില്ല. ഇബാദത്തിന് പലതവണയായി പല രൂപത്തിലും അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും ആ ജീവിതത്തിൽ അവനത് ഉപയോഗപ്പെടുത്താതെ അവന്റെ ജീവിതത്തെ കഴിച്ചുകൂട്ടിയതിന്റെ കാരണത്താൽ അവന്റെ തൊഴിലാളി അവന്റെ തൊഴിലുകൾക്കിടയിലും അവന്റെ ജീവിതത്തിലുള്ള അനുഭവങ്ങൾക്കിടയിലും മുതലാളിയുടെ തൃപ്തിയും മുതലാളിയുടെ പൊരുത്തവും മുതലാളിയുടെ ശമ്പളവും വാങ്ങിയിട്ട് അവൻ ആഖിറം സമ്പാദിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോകുമ്പോ ഇത് സമ്പാദിക്കാൻ കഴിയാത്ത മുതലാളിയില്ല. എല്ലാ അധികാരവും കയ്യിലുണ്ടായിട്ട് പോലും ഇതുണ്ടാക്കാൻ കഴിയാതെ പോയ മുതലാളിമാരില്ല. അവനെ പോലെ ടെൻഷൻ അടിക്കുന്നൊരു മനുഷ്യന് ലോകത്ത് വേറെ കാണാനില്ല. ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ് ഇത് തന്നെയാ മഹാനായ റഈസുസ് സായിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളോട് ആ വന്ന അടിമയും പറയുന്നത്, എന്താണ് എന്റെ ജോലി എന്നല്ലേ നിങ്ങൾ ചോദിച്ചത്? എനിക്കൊരു ജോലിയെ കുറിച്ചും ചിന്തിക്കാനില്ല. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. സിട്ടാവായ റബ്ബിനെ ഇബാദത്ത് ചെയ്യാനല്ലാതെ എന്നെ റബ്ബ് പഠിച്ചിട്ടില്ലല്ലോ. ഞാൻ ഏത് മുതലാളിക്ക് എന്ത് തൊഴിൽ ചെയ്താലും, ഞാൻ ഏത് മുതലാളിക്ക് എന്ത് സേവനം ചെയ്താലും അതെന്റെ റബ്ബെന്നെ അടിമയാക്കിയത് കൊണ്ടാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാനാ ചെയ്യുന്ന കർമ്മത്തിന് പോലും ഞാൻ ആ മുതലാളിയുടെ തൃപ്തിയതയെ കാംക്ഷിക്കാറില്ല. ഞാൻ ആ മുതലാളിയുടെ സ്ഥാനം പ്രതീക്ഷിക്കാറില്ല. മറിച്ചോ എനിക്ക് കിട്ടേണ്ട തൃപ്തി ആരെ തൃപ്തിയാണെന്നല്ലേ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെയും ജിന്നുകളെയും ഇബാദത്തിനല്ലാതെ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ റബ്ബില്ല. ആ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്, ആ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. ഇത് കേട്ടപ്പോൾ റഈസുസ് സായിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ ചിന്തിച്ചു പോയി, എന്റെ കയ്യിലുള്ള അധികാരമൊക്കെ എനിക്ക് ആഖിറത്തിൽ എത്തിച്ചേരുമ്പോ എനിക്ക് വലിയ പാരയാകുമോ അല്ലാഹ്. ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. എന്റെ ചെറുപ്പക്കാരെ നേറ്റു തന്നു, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ മജ്ലിസിലേക്ക് എത്തിച്ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. വഅദ് കേൾക്കുന്ന ഉപ്പമാരെ, ഉമ്മമാരെ, ലിമനിൽ മുൽക്കുൽ യൗം. ലോക സിട്ടാവായ റബ്ബ് സർവ്വജനങ്ങളെയും സർവ്വ മനുഷ്യരെയും സർവ്വ ജിന്നുകളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ആ ജിന്നുകളോടും മനുഷ്യരോടും ചോദിക്കുന്ന ചോദ്യമാണ്, ലിമനിൽ മുൽക്കുൽ യൗം. ഇന്നത്തെ അധികാരമാർക്കടോ?
ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ലോകം മുഴുക്കെ അടക്കി ഭരിക്കാൻ കഴിവുള്ള റബ്ബായ അല്ലാഹ്, അവനല്ലാതെ ഇവിടെ അധികാരമില്ല, അവനല്ലാതെ ഇവിടെ അധികാരം പറയാനില്ല, അവനല്ലാതെ ഇവിടെ അധികാരം കാണിക്കാൻ അധികാരമുള്ളവനേ ഇല്ല. ആ റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച്, ആ റബ്ബിന്റെ തൃപ്തി പ്രതീക്ഷിച്ച് ജീവിക്കുന്ന അടിമയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് വേറൊരു ശുഗ്ലി പറയാനില്ല, മറ്റൊരു ജോലി പറയാനില്ല. അതുകൊണ്ട് തന്നെ റഈസുസ്സായിദീൻ ഇബ്രാഹിം തങ്ങളോട് പറയുന്നു, നിങ്ങൾ എനിക്കൊരു ജോലിയും തന്നിട്ടില്ലല്ലോ, തന്നാൽ തന്നെയും ഞാൻ പരിഗണിക്കേണ്ടത് എൻ്റെ സിട്ടാവായ റബ്ബിന്റെ തൃപ്തിയാണല്ലോ. അടുത്ത ചോദ്യം, വമാ ലിബാസുക, മോനെ നിന്റെ ജീവിതത്തിൽ നീ ധരിച്ചിരിക്കുന്നതെന്താണ്, നീ ഏറ്റെടുത്തിരിക്കുന്നതെന്താണ്? മഹാനായ റഈസുസ്സായിദീൻ ഇബ്രാഹിം തങ്ങളോട് ഈ അടിമയുടെ മറുപടി, ഔലിൽ അബ്ദി ഖൈറത്തുൻ മഅ സയ്യിദിഹി. ഓ ശൈഖ് അവറുകളെ, ഇവിടെ എൻ്റെ ഉദ്ദേശം, നീ ചോദ്യത്തിൻ്റെ ഉദ്ദേശം, നിങ്ങൾ ചോദിക്കുന്നത് കുപ്പായമല്ലല്ലോ. ആ കുപ്പായം എന്ന് പറയുന്നത് മരിച്ചാൽ ഊരി വെക്കാനുള്ള കുപ്പായമല്ലേ, മരിച്ചാൽ തിരിച്ചു കൊടുക്കാനുള്ള കുപ്പായമല്ലേ. ഏത് കമ്പനിയുടെ കുപ്പായം ധരിക്കുന്നവനാണെങ്കിലും, എത്ര വിലപിടിപ്പുള്ള വസ്ത്രം ധരിക്കുന്നവനാണെങ്കിലും, എത്ര തന്നെ നിറം നോക്കി വസ്ത്രം ധരിക്കുന്നവനാണെങ്കിലും, മരിച്ചങ്ങ് കഴിഞ്ഞാൽ അവൻ്റെ കമ്പനി നോക്കി കഫൻ തുണി വാങ്ങുന്നവരില്ല, കമ്പനി നോക്കി കോട്ടൺ വാങ്ങുന്നവരില്ല, കമ്പനി നോക്കി പഞ്ഞി വാങ്ങുന്നവരില്ല. മയ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു വസ്തുക്കളും കമ്പനി നോക്കുന്ന പരിപാടിയില്ല. അതുകൊണ്ട് തന്നെ ശൈഖ് അവറുകളെ, ഒരു വിലപിടിപ്പുള്ള ധരിക്കുന്ന വസ്തുക്കൾക്കും ഞാൻ വില കൽപ്പിച്ചിട്ടില്ല. വലിബാസു തഖ്വാ ദാലിക ഖൈർ. തഖ്വനെ ഏറ്റെടുക്കുന്നവനാരോ, അല്ലാഹ്ക്ക് തഖ്വ ചെയ്ത് ജീവിക്കുന്നവനാരോ, തഖ്വയിൽ മുൻവഴിയിൽ കടക്കുന്നവനാരോ, തഖ്വയിൽ മുൻവഴിയിൽ നീങ്ങുന്നവനാരോ, തഖ്വയിൽ ഏറ്റവും മുൻനിരയിലെത്തുന്നവനാരോ, അവനാണ് രക്ഷപ്പെടുന്നവൻ കേട്ടോ. വലിബാസു തഖ്വാ ദാലിക ഖൈർ. തഖ്വയാകുന്ന ഉടയാട ധരിച്ചവനാരോ, തഖ്വയാകുന്ന വസ്ത്രം ഏറ്റെടുത്തവനാരോ, തഖ്വയാകുന്ന വസ്ത്രധാരണ നടത്തിയവനാരോ, ദാലിക ഖൈർ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അതാണ് നിങ്ങൾക്ക് ഖൈർ കേട്ടോ, അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് കേട്ടോ. എന്താണ് തഖ്വ എന്നല്ലേ? ഇംതിസാലുൽ അവാമിരി വജ്തിനാബു നവാഹി. അല്ലാഹ് കൽപ്പിച്ചത് ജീവിതത്തിൽ എടുക്കുകയും അവൻ പൊരുത്തപ്പെടാത്തത് ജീവിതത്തിൽ കൈയഴിച്ച് ജീവിക്കുകയും ആ നിലയ്ക്ക് ജീവിക്കാനുള്ള മനസ്സ് സമ്പാദിക്കുകയും ചെയ്യുന്ന ഈമാനുള്ള മുഅ്മിനീങ്ങളുണ്ടോ? ഓ സയ്യിദ് അവറുകളെ, ഇബ്രാഹിം ഇബ്നു തങ്ങളെ, അവനല്ലാതെ വിജയം കൈവരിക്കൂല. ആ വിജയത്തിനാണ് ഉപ്പമാരെ സമയം കണ്ടെത്തേണ്ടത്, ആ വിജയത്തിനാണ് ഉമ്മമാരെ ജീവിതത്തിൽ സമയം കണ്ടെത്തേണ്ടത്. ആ ജീവിതത്തിൽ അവരാ സമയം കണ്ടെത്തിയപ്പോഴാണ്, അതിനുവേണ്ടി അധ്വാനിച്ചപ്പോഴാണ്. മഹാന്മാരായ സ്വാലിഹീങ്ങൾക്ക് മണിക്കൂറുകളോളം നിസ്കരിക്കുന്നതിന് മടി തോന്നിയില്ല, ദിവസങ്ങളോളം നോമ്പനുഷ്ഠിക്കുന്നതിന് പ്രയാസം തോന്നിയില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ എത്തിക്കഴിഞ്ഞു. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാ, ഞങ്ങൾ ഈ മജ്ലിസും ഞങ്ങളെ സർവ്വ മജ്ലിസുകളും ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാ. ആ തഖ്വയാകുന്ന വസ്ത്രം ധരിച്ചപ്പോ, തഖ്വയുടെ വഴിയിലേക്ക് കടന്നപ്പോൾ അവർക്ക് നിസ്കാരത്തിന് മടി തോന്നിയില്ല,
അവരെ ഇബാദത്തിന് മടി തോന്നിയില്ല, അവരെ സൽക്കർമ്മങ്ങൾക്ക് മടി തോന്നിയില്ല. എന്റെ കാരണമെന്നല്ലേ, അവരേറ്റവും വലിയ നിർബന്ധ ബുദ്ധി അവർക്കുണ്ടായി പോയി. എന്താണ് ആ നിർബന്ധ ബുദ്ധി എന്നല്ലേ, സിട്ടാവായ റബ്ബിന്റെ തൃപ്തിക്കാണ് നമ്മളെ ജീവിതം. അങ്ങനെ അങ്ങ് ജീവിച്ചപ്പോൾ അവരെ ജീവിതത്തിൽ പട്ടിണി അവർക്കൊരു വിഷമമായി തോന്നിയില്ല, പ്രയാസങ്ങൾ ഒരു വിഷമമായി തോന്നിയില്ല. ഉടയാടകളില്ലാതെ പ്രയാസപ്പെട്ടിട്ട് പോലും അവരെ ഈമാനിന് തകരാറ് വന്നില്ല. നല്ല ഇസ്സത്തിലും പ്രതാപത്തിലും സൗകര്യത്തിലും ജീവിച്ച സ്വഹാബത്ത്, നല്ല സാമ്പത്തിക ഭദ്രതയുണ്ടായ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനാണ് ശരിയായ ദീനം നിറഞ്ഞപ്പോ അവരുടെ സാമ്പത്തിക ശേഷി മുഴുവനും വലിച്ചെറിഞ്ഞിട്ട്, സർവസമ്പത്തും ദുന്യാവിന്റെ സന്തോഷങ്ങളും വലിച്ചെറിഞ്ഞിട്ട് മദീനത്തെ പള്ളിയിൽ കൂടിയ സ്വഹാബത്തില്ലേ, ആരോഗ്യ നിമിഷങ്ങൾ പള്ളിയിൽ ചെലവഴിച്ച സ്വഹാബത്തില്ലേ, അവരെ കയ്യിലുണ്ടായിരുന്ന ആയുധമാ ഉമ്മമാരെ വലിബാസു തഖ്വാ ദാലിക ഖൈർ, തഖ്വയാകുന്ന ഉടയാടെ അവർ മുറുകെ പിടിച്ചുപോയി. തഖ്വക്ക് തകരാറ് വരുന്ന പ്രവർത്തനങ്ങൾ അവർ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ 40 വർഷത്തോളം ഇശാഇ നിസ്കരിച്ചിട്ട് ഉറങ്ങാതെ സുബഹി നിസ്കരിക്കുന്നതിന് ഗൗസുൽ ആദം മുഹ്യിദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾക്ക് പ്രയാസം തോന്നിയില്ല. ഒരു ദിവസം വഅദിന് പോയിട്ട് 3 മണിക്കൂറേ ഉറങ്ങിയുള്ളൂ. രണ്ടാമത്തെ ദിവസം വഅദിന് പോകുമ്പോ ക്ഷീണം കൊണ്ട് വഅദ് പറയാൻ കഴിയുന്നില്ല അല്ലേ. വഅദിന് നേരം വൈകിട്ട് പോയപ്പോൾ സുബ്ഹിന്റെ സമയത്ത് തല ഉയർത്താൻ കഴിയുന്നില്ല അല്ലേ. 40 വർഷം തുടർച്ചയായി ഇശാഇ നിസ്കരിച്ച വുളു കൊണ്ടതല്ലേ, ഉറക്കം കൊണ്ട് അതേ വുളു നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള ഉറക്കം ഉറങ്ങാത്തതിന്റെ കാരണത്താൽ 40ഓളം വർഷം സുബ്ഹി നിസ്കരിച്ചു എന്നല്ലേ പറഞ്ഞത് ഇമാമുൽ അഅ്ലം ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. ഒരു പ്രയാസവും തോന്നിയില്ല, ഒരു വിഷമവും തോന്നിയില്ല. എന്തേ കാരണം എന്നല്ലേ, ഇഖ്ലാസ് മുദ്രയായപ്പോൾ, ഇഖ്ലാസ് മുറുകെ പിടിച്ചപ്പോൾ, ഇഖ്ലാസിനാണ് ജീവിതം എന്നുറപ്പിച്ചപ്പോൾ ഉറക്കമില്ലായ്മ ഒരു വിഷമമായില്ല. പട്ടിണി കിടന്നിട്ട് ദിവസങ്ങളോളം കടന്നുപോയിട്ട് പോലും അവർക്ക് ഞങ്ങളെ ജീവൻ ഭീഷണിയാകുമല്ലോ എന്നൊരു ചിന്ത അവരെ മനസ്സിൽ തോന്നിയതേ ഇല്ല. വല്ലാഹു ഖൈറുർ റാസിഖീൻ, എല്ലാ റാസിഖീകളെക്കാളും എല്ലാ നിലക്കും കൊടുക്കാൻ അധികാരമുള്ള റാസിഖ് അവനാണ് അല്ലാഹ്. ഈ ഉറച്ച വിശ്വാസമുണ്ടായപ്പോ മക്കയിലെ മുശ്രിക്കീങ്ങൾ കൈകാലുകൾ കെട്ടിയിട്ടിട്ട് വെള്ളവും ഭക്ഷണവും കൊടുക്കാതിരുന്നപ്പോ പോലും നിങ്ങൾ മാറ്റി പറയാൻ തയ്യാറുണ്ടോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തള്ളി പറയാൻ ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ സ്വഹാബത്തിന് ധൈര്യം കിട്ടിയില്ല. താൽക്കാലികമായി പോലും നബി തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം തള്ളി പറഞ്ഞില്ല. ഇതിന്റെ കാരണത്താൽ മക്കയിൽ എവിടെയും കാണാത്ത ഫ്രൂട്ട്സും ഭക്ഷണവും കഴിക്കുന്നതായി മക്കയിലെ മുശ്രിക്കീങ്ങളും സ്വഹാബത്തിനെ കണ്ടപ്പോ ചോദിച്ചില്ലേ, എവിടെന്നാ നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത ഫ്രൂട്ട്സ് കിട്ടിയത് എന്ന് ചോദിച്ചപ്പോ ആ സ്വഹാബത്തിന്റെ മറുപടി എന്താണ്? വമിൻ ഇൻദില്ലാഹ്, എന്റെ റബ്ബിന്റെ അടുക്കലിൽ നിന്നുള്ള സമ്മാനമാണ്. അവൻ വാനലോകത്ത് നിന്നിറക്കിയിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു പോയില്ലേ. സയ്യിദവറുകളെ ഇരുത്തിയിട്ട് ഞാൻ എൻ്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല, നിർത്തട്ടെ. വയല് കേൾക്കുന്ന ഉപ്പമാരെ ഉമ്മമാരെ, നമ്മൾ വയറിന്റെ കാര്യത്തിലാണ് ജീവിതത്തിലെ സമയത്തിന്റെ ഭൂരിഭാഗവും ചെലവഴിച്ചത്. വയറിന് വേണ്ടിയാണ് നമ്മൾ പശയടക്കാനാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തിയത്, അധ്വാനിച്ചത്, ആരോഗ്യം ചെലവഴിച്ചത്, ബുദ്ധി ചെലവഴിച്ചത്, നമ്മളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ചെലവഴിച്ചത്. ഔലിയാക്കളോ അവര് ഭക്ഷണത്തിന് വില കൽപ്പിച്ചിട്ടില്ല. അത് റബ്ബ് തരുമെന്നുറച്ച വിശ്വാസത്തിൽ അവർ ജീവിച്ച് ഇബാദത്തിലങ്ങ് ധന്യമായപ്പോൾ 30 വർഷം തുടർച്ചയായി നോമ്പെടുക്കുന്നതിന് ഇമാമുൽ അഅ്ലം ഇമാം അബൂ ഹനീഫ
റളിയല്ലാഹു അൻഹുവിന് വിഷമം തോന്നിയിട്ടില്ല, പ്രയാസം തോന്നിയിട്ടില്ല. അതാ ഇമാമികളെ ജീവിതം, മുൻഗാമികളെ ജീവിതം, സലഫു സ്വാലിഹീങ്ങളെ ജീവിതം, അവരെ ജീവിതം അവർ ഉബൂദിയത്തിന് ചെലവഴിച്ചത്, സിട്ടാവായ റബ്ബിന്റെ മുന്നിൽ അടിമത്വം പ്രകടിപ്പിക്കാനാണ് ചെലവഴിച്ചത്. അടിമത്വം പ്രകടിപ്പിച്ച് റബ്ബിന്റെ പൊരുത്തം സമ്പാദിക്കാനാണ് ചെലവഴിച്ചത്. അതുകൊണ്ട് തന്നെ അവരെ ജീവിതത്തിൽ അത്തരം ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു വിഷമം തോന്നിയിട്ടില്ല. നമ്മളോ പരിശുദ്ധ റമളാനില് എല്ലാ ജമാഅത്തും കൃത്യമായി കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ പള്ളിയിലെ ജമാഅത്തിന് നമ്മൾ മഗ്‌രിബിന് പങ്കെടുക്കാറില്ല. എന്റെ കാരണം എന്ന് ചോദിച്ചാൽ ഈത്തപ്പഴവും സമൂസയും മാത്രം കിട്ടിയിട്ട് നോമ്പ് തുറക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ പള്ളിയിലെ ജമാഅത്തിന് മഗ്‌രിബിന് വില കൽപ്പിക്കാറില്ല. റമളാനിൽ പോലും മഗ്‌രിബിന്റെ ജമാഅത്തിന് എത്തിപ്പെടാറില്ല. ബാക്കി എല്ലാ ജമാഅത്തിനും കൃത്യമാണ്. പക്ഷേ മുസ്ലിയാരെ നോമ്പ് തുറക്കുമ്പോൾ ഈത്തപ്പഴം പോരാ, അല്ലെങ്കിൽ അതുപോലെ ചെറിയ കടി പോരാ, തുറക്കുമ്പോ തന്നെ വിശപ്പങ്ങടങ്ങണം. ഈ ഒരൊറ്റ നിയത്തിന്റെ കാരണത്താൽ പള്ളിയിലെ ജമാഅത്ത് കൈയൊഴിക്കുന്നവരായി നമ്മൾ മാറിപ്പോയില്ലേ? ഇമാം നവവി റളിയല്ലാഹു അൻഹു 7 ഈത്തപ്പഴം കഴിച്ച് നോമ്പെടുത്തു, 7 ഈത്തപ്പഴം കഴിച്ച് നോമ്പ് തുറന്നു. അതല്ലാത്ത മറ്റൊരു ഭക്ഷണത്തെ കുറിച്ച് ഇമാമുൻ നവവി തങ്ങൾ ചിന്തിച്ചില്ല. അത് മതിയാകാത്ത പ്രശ്നം വന്നില്ല, അതേ പ്രയാസം തോന്നിയില്ല. ഇഖ്ലാസ് തന്നെ. സിട്ടാവായ റബ്ബിന്റെ തൃപ്തി പ്രതീക്ഷിച്ചവര് ജീവിതം അങ്ങ് സമ്മാനിച്ചപ്പം ജീവിതത്തിലൊരു ഭക്ഷണം പ്രശ്നമായി തോന്നിയില്ല. ദിക്റിന്റെ മജ്‌ലിസുകളിലേക്ക് പങ്കെടുക്കണമെങ്കിൽ ചീർണിണ്ടോന്ന് പോസ്റ്ററിലേക്ക് വായിച്ചിട്ട് വിക്റിന്റെ മജ്‌ലിസ് സെലക്ട് ചെയ്യുന്നവരായി ചിലരെങ്കിലും മാറിപ്പോയില്ലേ? ചിലരെങ്കിലും അത്തരം ചിന്തക്കാരായില്ലേ? ചീരണി നോക്കിയിട്ട് ദിക്റിന്റെ മജ്‌ലിസിനെ തെരഞ്ഞെടുക്കുന്നവരായി നമ്മൾ മാറിപ്പോയില്ലേ? അവര് മണിക്കൂറുകളോളം ഇബാദത്ത് ചെയ്തിട്ട് അവര് ഭക്ഷണം പ്രതീക്ഷിച്ചിട്ട് ഒരൊറ്റ നേരത്തെ നിസ്കാരമോ ഒരൊറ്റ നേരത്തെ ദിക്റോ അവരെ ജീവിതത്തിൽ അവര് കഴിച്ചു കൂട്ടിയിട്ടില്ല. നമ്മളോ ഇഖ്ലാസ് ജീവിതത്തിൽ ഇല്ലാത്തവരും ചണ്ടിചവറുകളായി, ആഖിർ സമാനിൽ ജീവിക്കുന്നവരും ചണ്ടിചവറുകളായി നമ്മൾ മാറിപ്പോയില്ലേ? ഇമാമിങ്ങളെ ജീവിതം നോക്കിയാലോ, നമ്മളെ ജീവിതത്തിലെ രസം നോക്കിയാൽ റിയൽ നോക്കല, നമ്മളെ ജീവിതത്തിലെ രസം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് നോക്കല, നമ്മളെ ജീവിതത്തിലെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിൽ കയറിയിട്ട് മറ്റുള്ളവരെ കളിയാക്കിയിട്ട് ചിരിക്കല, അതുപോലെ ഇൻസ്റ്റഗ്രാമിലെ ഫോളോവേഴ്സ് അധികരിക്കുമ്പോ അത് നോക്കിയിട്ട് ആസ്വദിക്കല, യൂട്യൂബിന്റെ വ്യൂസിനെ നോക്കിയിട്ട് ജനങ്ങളെ എന്റെ വ്യൂസിനെ കണ്ടില്ലേ എന്ന് ചോദിച്ചിട്ട് അതെ നിങ്ങൾ ആര് പറഞ്ഞാലും എന്നെ തോൽപ്പിക്കാൻ കഴിയൂല എന്നുള്ള അധികാരം പറയാനുള്ള വ്യൂസിനെ കണ്ടെത്തല, സ്റ്റാറ്റസുകൾ എഴുതിയിട്ട് സ്റ്റാറ്റസുകളാകുന്ന ജീവിതത്തിലൂടെ മഹബത്ത് പ്രകടിപ്പിക്കല. ആത്മാർത്ഥതയുള്ള ഇഖ്ലാസുള്ള മഹബത്ത് എവിടെ? ശരിയായ ആശിഖീങ്ങൾ എവിടെ? റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന സ്വാലിഹീങ്ങൾ എവിടെ? നിസ്കാരത്തിൽ ലദ്ദത്ത് കിട്ടിയ മഹാന്മാരെവിടെ? നിസ്കരിക്കുമ്പോ നിസ്കരിച്ചിട്ട് കൊതിമാറിയില്ലെന്ന് പറയുന്ന മഹാന്മാരെവിടെ? ജീവിതത്തിൽ നോമ്പനിട്ടിച്ചിട്ട് കൊതിമാറിയിട്ടില്ലെന്ന് പറയുന്ന സലഫു സ്വാലിഹീങ്ങളെ മാതൃകയിൽ ജീവിക്കുന്ന മഹാന്മാരെവിടെ? നമ്മളെ രസങ്ങളൊക്കെ റിയലിലായി പോയല്ലേ, സ്റ്റാറ്റസിലായി പോയല്ലേ, ഫേസ്ബുക്കിന്റെ ലൈക്കിലായി പോയല്ലേ, യൂട്യൂബിന്റെ വ്യൂസിലായി പോയല്ലേ? ഇബാദത്തിൽ ലദ്ദത്ത് കിട്ടുന്നതെവിടെ? ഇബാദത്തിൽ ലദ്ദത്ത് കണ്ടെത്തുന്നവരെവിടെ? കാണാനില്ല. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ഒരൊറ്റ വാക്ക് കൂടി തങ്ങളവരുടെ സമ്മതത്തോടുകൂടെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എൻ്റെ പ്രസംഗം അങ്ങ് അവസാനിപ്പിക്കുന്നു. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്കതാ നിസ്കാരത്തിന് മധുരം കിട്ടിയില്ല, എനിക്ക് നിസ്കാരത്തിന് രസം കിട്ടിയില്ല, നിസ്കാരത്തിൽ സുഖം കിട്ടിയില്ല. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ എന്തുകൊണ്ടാണ് രസം കിട്ടിയില്ല എന്ന് പറഞ്ഞത്?
നിസ്കാരത്തിൽ സുഖം കിട്ടിയില്ല എന്ന് പറഞ്ഞത് ഒരിക്കലും നിസ്കരിക്കുമ്പോ സുഖം കിട്ടാത്ത നിസ്കാരം ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ ജീവിതത്തിൽ ഉമ്മമാരെ പറയാനില്ല. നമ്മളോ രസം കിട്ടിയ നിസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, അതെങ്ങനെയാ മുസ്ലിയാരെ നിസ്കാരത്തിൽ രസം ഉണ്ടാകല്, അതെങ്ങനെയാ മുസ്ലിയാരെ നിസ്കാരത്തിൽ മധുരണ്ടാകല്? നമ്മളത് അനുഭവിച്ചിട്ടില്ല. നമ്മൾ ചായന്റെ മധുരേ അറിഞ്ഞിട്ടുള്ളൂ, കേക്കിന്റെ മധുരേ അറിഞ്ഞിട്ടുള്ളൂ, ബർത്ത്ഡേയുടെ കേക്ക് മുറിക്കാനേ പഠിച്ചിട്ടുള്ളൂ, അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങളുടെ മധുരമേ അനുഭവിച്ചിട്ടുള്ളൂ, ദുന്യാവിന്റെ സുഖത്തിന്റെ രസങ്ങളെ അറിഞ്ഞിട്ടുള്ളൂ, ഇബാദത്തിന്റെ ലദ്ദത്ത് അറിഞ്ഞിട്ടില്ല. യാ അബൽ ഖാസിം മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു വഫാത്തായി പോയപ്പോൾ ജുനൈദുൽ ബഗ്ദാദി തങ്ങളോട് അന്ന് ജീവിച്ചൊരു മഹാൻ സ്വപ്നത്തിൽ പോയി ചോദിച്ചു, യാ അബൽ ഖാസിം, ഓ അബുൽ ഖാസിം തങ്ങളെ, നിങ്ങളെ മരണത്തിന്റെ ശേഷം ഉപകരിച്ചൊരു ജീവിതത്തെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തി തരുമോ? എങ്ങനെയാണെന്ന് പറഞ്ഞു തരുമോ? താഹത്തിൽ ഇബാറാത്ത് വഫനിയത്തിൽ ഇശാറാത്ത് വമാ നഫഅനാ ഇല്ല الركعات التي ركعناها في جوف الليل. വായിച്ച ഇബാറത്തുകളെക്കാൾ, എഴുതി വെച്ച ഇബാറത്തുകളെക്കാൾ ഭൂമി ലോകത്ത് ഒരുപാട് ഉപകരിക്കൂന്ന് ചിന്തിച്ചിട്ട് ചെയ്ത അമലുകളെക്കാളൊക്കെ എനിക്ക് ഉപകരിച്ചത് ജനങ്ങളെ രാത്രിയിൽ രാത്രിയുടെ യാമങ്ങളിൽ എല്ലാരും കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ നിസ്കരിച്ച 2 നിസ്കാരങ്ങളാണ്, തഹജ്ജുദാണ്. ആ സമയത്തുള്ള നിസ്കാരങ്ങളാണ്, അതല്ലാത്തതൊന്നും എനിക്കവിടെ അതുപോലെ ഉപകരിച്ചത് പറയാൻ എൻ്റെ ജീവിതത്തിൽ മറ്റൊന്ന് ഞാൻ കണ്ടിട്ടില്ല. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റഹിമഹുല്ലാഹ്, ഞാൻ നിസ്കാരം പോലെ പുലർച്ചെ സമയത്ത് എഴുന്നേറ്റ് രാജാവായ റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്തപ്പോൾ ചെയ്ത അമലിനേക്കാൾ ബഹുമാനമുള്ള ഒരൊറ്റ അമലും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഈമാനുള്ള വിശ്വാസികള്, തഹജ്ജുദ് നിസ്കരിച്ച ജീവിതത്തിൽ നമുക്ക് പറയാൻ തന്നെ ഇല്ല. തഹജ്ജുദ് ആത്മാർത്ഥതയോടെ നിസ്കരിച്ചത് എണ്ണാൻ തന്നെ നമ്മളെ കയ്യിലില്ല. അത്താഴത്തിന് ഭക്ഷണം കഴിക്കാൻ എഴുന്നേറ്റിരുന്നാൽ പോലും തഹജ്ജുദ് നിസ്കരിക്കുന്ന പതിവ് നമുക്കില്ലേ ഇല്ല. മഹാന്മാര് പറയുന്ന അതുപോലെ ഉപകരിച്ചൊരു അമലി വേറെ പറയാനില്ല. റബ്ബ് നമ്മളെ നന്നാക്കി തരട്ടെ. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു.